ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ധാത്രി ലൈഫ് സയൻസിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായ ഡോക്ടർ സി ഡി കൃഷ്ണകുമാർ സർ, ഡോക്ടർ കെ അനിൽകുമാർ, കേരള ആയുർവേദയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ആൻഡ് ഡോക്ടർ അർജുൻ, PNM ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പളും അസോസിയേറ്റ് പ്രൊഫസറുമാണ്. പിന്നെ ഡോക്ടർ സരള സാമുവൽ, കേരള ആയുർവേദ ലിമിറ്റഡിൻ്റെ റിസർച്ച് ഹെഡ് വിഭാഗം മേധാവിയും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആയുർവേദ സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ആയുർവേദത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളിൽ ഏറ്റവും മുന്നിലാണ് ആയുർവേദ മരുന്നുകളുടെ ഉപയോഗവും അതിൻ്റെ ഒരു സൈഡ് ഇഫക്ട്സ് ആയിക്കോട്ടെ. സൈഡ് ഇഫക്ട്സ് ഇല്ലയെന്ന് കുറേ പേര് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കുറച്ച് കാലമായിട്ട് ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ ലിവർ അടിച്ചു പോകുന്നു വരെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയാനാണ്. ഒരുവിധം എല്ലാവർക്കും അറിയാം, ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന മരുന്നുകളെയാണ് അരിഷ്ടം എന്ന് പറയുന്നതെന്നാണ് പൊതുസമൂഹത്തിൻ്റെ വിചാരം. അപ്പോൾ ഈ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന മരുന്ന് എന്നതിലുപരി എന്താണ് അരിഷ്ടം? അരിഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കഹോളിക് സൊല്യൂഷൻ അല്ല, അതൊരു ഹൈഡ്രോ ആൽക്കഹോളിക് സൊല്യൂഷനാണ്. അതിനകത്ത് പല മരുന്നുകളുടെയും സോലുബിലിറ്റി പല രീതിയിലാണ്. വെള്ളത്തിൽ ലയിക്കുന്ന മരുന്നുകളുണ്ടാകാം, ആൽക്കഹോളിൽ ലയിക്കുന്ന മരുന്നുകളുണ്ടാകും. പ്രത്യേകമായി സൈക്ലിക് റിംഗ് ഉള്ള മരുന്നുകളാണ് കൂടുതലും പ്ലാന്റ്സിലുള്ളത്. ഈ സൈക്ലിക് റിംഗ് ഉള്ള മരുന്നുകളൊന്നും തന്നെ വെള്ളത്തിൽ ലയിക്കില്ല. അത് ഒന്നിൽ ആൽക്കഹോളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്തേ അത് ലയിക്കുള്ളൂ. അതുകൊണ്ടാണ് അന്ന് അരിഷ്ടം എന്നൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കിയത്. എങ്ങനെയാണ് ഈ ഡ്യുവൽ സോൾവൻസി ഉള്ള സാധനങ്ങളെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരിഷ്ടോ അസോ ഉണ്ടാക്കി. അതൊരു ഹൈഡ്രോ ആൽക്കഹോളിക് എക്സ്ട്രാക്ഷനാണ് ഇതിനകത്ത് നടക്കുന്നത്. പിന്നെ അതിൻ്റെ ഉപയോഗക്രമങ്ങൾക്ക് എപ്പോഴും വൈദ്യനിർദ്ദേശം ആവശ്യമാണെന്ന് പറയുന്നത്, വൈദ്യനിർദ്ദേശം ഇല്ലാതെ കഴിച്ച് കഴിയുമ്പോൾ ഒരിക്കലും അഡ്വേഴ്സ് എഫക്റ്റ് ഇല്ലാത്ത ഒരു സാധനവും മരുന്നാകില്ല എന്നുള്ളതാണ്. മരുന്നുകൾ എപ്പോഴും തന്നെ ഔഷധം ചാപി ദുർയുക്തം തീഷ്ണം സമ്പദ്യതേ വിഷം എന്നാണ്. ഔഷധമാണെങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വിഷമായിട്ട് തീരും. വിഷമാണെങ്കിൽ പോലും വിഷഞ്ച വിധിനായുക്തം അമൃതത്വമായ ഉപകൽപ്പതയെന്നാണ്. വിഷമാണെങ്കിൽ അത് നല്ല രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അമൃതന് തുല്യമായിട്ടും തീരും. പാമ്പ് വിഷം പോലും തൊറോംബോംബ്ലീറ്ററൻസ് എന്നൊക്കെ പറയുന്ന കേസുകളിൽ ഔഷധമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു വൈദ്യ നിർദ്ദേശം അനുസരിച്ച് മാത്രം മരുന്നുകൾ ഉപയോഗിക്കണം. അല്ലാതെ ഉപയോഗിക്കുമ്പോഴാണ് ഏത് സിസ്റ്റത്തിലെ മരുന്നായാലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് അരിഷ്ടം എന്നുള്ളതാണ്. ഡോക്ടർ പറഞ്ഞതിനോട് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ വിചാരിക്കുന്നു. അതായത് സൂക്ഷ്മ മൈക്രോബ്സിനെ ആണല്ലോ ഇതിനകത്തിൽ ഉപയോഗിക്കുന്നത്. മറ്റു ആയുർവേദ ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് ഇതിനകത്തിൽ മനുഷ്യൻ്റെ കഴിവിനപ്പുറമായിട്ട് മൈക്രോബിയൽ ഫെർമെൻറ്റേഷനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ മൈക്രോബിയൽ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു പുതിയ കാര്യമൊന്നും അല്ല. ഇത് BC 7000 വർഷം മുമ്പ് ഇത് പല മെസപ്പൊത്തേമിയൻ സംസ്കാരത്തിലും ഒക്കെ വൈനുണ്ടാക്കലും ഒക്കെ നിലനിന്നിരുന്നതാണ്. കുറച്ചും കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ എല്ലാ ഗോത്രവർഗ്ഗക്കാരും എല്ലാ രാജ്യത്തും എല്ലാ ദേശത്തും ഇത് ഉപയോഗിച്ചിരുന്നു. ഇപ്പം ജപ്പാൻകാരുടെ കൊമ്പുച്ചിയൊക്കെ വളരെയധികം ഒരു എനർജി ഡ്രിങ്കായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പഴഞ്ചോറ്, അതിലും നമ്മൾ സൂക്ഷ്മാണുക്കളെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഉണ്ടാക്കുന്ന ദോശ, അപ്പം, തൈര്, ഇതിലെല്ലാം തന്നെ ഈ സൂക്ഷ്മാണുക്കളെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് ആൽക്കഹോൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു ക്രൈമൊന്നുമല്ല. അതായത് ഈ ഇതിനകത്തിൽ ഇപ്പോൾ നമ്മൾ അരിഷ്ടത്തിൽ ഉപയോഗിക്കുന്നത് ഈസ്റ്റിനെയാണ്. ഈസ്റ്റ് എന്ന് പറയുന്ന സൂക്ഷ്മാണുക്കളെയാണ്. അതൊരു സിംഗിൾ സെൽഡ് പ്രോട്ടീനാണ്. പക്ഷേ അത് മാത്രമല്ല, അതിനെ നമുക്കൊരു വൈൻ ഉണ്ടാക്കുന്നതിനോട് ഏകദേശം താരതമ്യം ചെയ്യാം. പക്ഷേ വൈനിൻ്റെ പ്രിൻസിപ്പിളും ഇതും വ്യത്യാസമാണ്. വൈനിനകത്ത് നമ്മൾ ഈസ്റ്റ് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഉണ്ടാക്കുമ്പോൾ. പക്ഷേ നമ്മളുടെ ഈ ഇൻഗ്രീഡിയൻസിലുള്ള അടങ്ങിയിരിക്കുന്ന ഈസ്റ്റിന് വളരാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ അരിഷ്ടത്തിൽ കൊടുക്കുന്നത്. അതിപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട് 7% 10% ഒന്നും ആൽക്കഹോൾ അതിനകത്തിൽ ഉണ്ടാകുന്നില്ല. ആദ്യം നമ്മൾ കെട്ടിവെച്ച് ഒരു ദിവസമാകുമ്പോൾ ചിലപ്പോൾ 0.5 ഉണ്ടാകും, പിറ്റേ ദിവസം ഒരു 1% ഉണ്ടാകും. അപ്പം അതിനകത്തിൽ എന്തൊക്കെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, സസ്യത്തിൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കോമ്പിനേഷനിൽ എന്തൊക്കെ ഉണ്ടോ അത് ആ കഷായം ഉണ്ടാക്കി ഇതിലേക്ക് മാറ്റുമ്പോൾ 1% ആൽക്കഹോൾ ആകുമ്പോൾ അത് ഹൈഡ്രോ ആൽക്കഹോളിക്കായി അതിനകത്തിലേക്ക് ലയിച്ചു ചേരും. പിന്നെ പടിപടിയായിട്ടാണ് ഇതിനകത്തിൽ ഇതൊരു ആൽക്കഹോൾ ഫോമുല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഹൈഡ്രോ ആൽക്കഹോളിക് അതൊരു ഗ്രഡേഷനിൽ ഒരു സീക്വൻസിൽ വളരെ ചെറുതായിട്ട് മാത്രമാണ് ഈ ആൽക്കഹോളിനകത്തിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഈ പ്ലാന്റ് ഒറിജിനായിട്ടുള്ള ഡ്രഗ്സ് നമ്മൾ ഈ സന്ധാന പ്രക്രിയ അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ എന്നുള്ളൊരു ടെക്നിക്ക് വഴി അതിനകത്തുള്ള സത്ത നമ്മുടെ അരിഷ്ടത്തിലേക്ക് ലയിപ്പിക്കുകയാണ്. അതിനകത്ത് ആൽക്കഹോൾ സെൽഫ് ജനറേറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് അരിഷ്ടം. അരിഷ്ടവും ആസവും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന ഒരു വാക്കുകളാണ്. അപ്പം
അടിസ്ഥാനപരമായിട്ട് രണ്ടും ഒന്ന് തന്നെയാണ്. അരിഷ്ടത്തിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കഷായം വെച്ചതിന് ശേഷം അതിനകത്തേക്ക് മറ്റ് ഡ്രഗ്സ് ആഡ് ചെയ്യുന്നു. ശർക്കര, അതുപോലെ തന്നെ തേന് അല്ലെങ്കിൽ പഞ്ചസാര, ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നു. ആസവത്തിനകത്ത് കഷായത്തിന് പകരം തിളപ്പിച്ചാറിയ വെള്ളം ആണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഇവിടെ നടക്കുന്ന ഫെർമെൻറ്റേഷൻ എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു ബ്രേക്ക് ഡൗൺ ആണ്. അതായത് കെമിക്കലി വലിയ ഷുഗർ കണ്ടൻസ്, അതായത് ഇപ്പോൾ പഞ്ചസാര പോലുള്ള അല്ലെങ്കിൽ ശർക്കര പോലുള്ള കണ്ടൻറ്റ് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യും. ആ ഗ്ലൂക്കോസിൽ നിന്ന് ആൽക്കഹോൾ ഉൽപ്പന്നമാവുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ആവുന്നു. ഇതാണ് ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ഇത് ഹീറ്റ് പുറത്തേക്ക് വിടുന്ന ഒരു റിയാക്ഷനാണ് കെമിക്കലി. അപ്പോൾ ഒരു എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിവിടെ അരിഷ്ടത്തിൽ നടക്കുന്നത് പ്യുവർലി ഒരു അനൈറോബിക് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഇതാണ്. അതായത് അടച്ച് കെട്ടിവെച്ച് വായു സമ്പർക്കമില്ലാതെ ഉണ്ടാകുന്ന ഒരു ഫെർമെൻറ്റേഷൻ മെത്തേഡാണ്. അപ്പോൾ ഇതാണ് അരിഷ്ടം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരിക്കലും മദ്യം നമ്മൾ പുറമേ നിന്ന് ആഡ് ചെയ്യുകയല്ല, അതിനകത്ത് സ്വയം ഉൽപ്പന്നമാവുകയാണ്. നേരത്തെ മാഡം പറഞ്ഞ ഉദാഹരണം തന്നെ, അപ്പത്തിനകത്ത് എങ്ങനെയാണോ ആൽക്കഹോൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ വരുന്നു. ഇതിനകത്ത് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നമ്മളത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതിനകത്ത് 5 മുതൽ 9% വരെയാണ് അതിനകത്ത് ആൽക്കഹോൾ. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രിസർവേറ്റീവും അതിനകത്ത് ആവശ്യമില്ല. ഇതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അരിഷ്ടം. ദേവ് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ സയൻറ്റിഫിക് ആസ്പെക്ട്സ് ഒരു 3 പേരും പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് അരിഷ്ടം ഉൽപ്പാദിപ്പിക്കുന്നതെന്നും അതിൻ്റെ ഒരു എങ്ങനെയാണ് സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. പക്ഷേ ഞാനൊരു പബ്ലിക്കിൻ്റെ ഇടയിലുള്ള ഒരു ധാരണ, അതാണല്ലോ നമ്മുടെ ഒരു മേജർ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ. പബ്ലിക്കിൻ്റെ ഇടയിലുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലും ആൽക്കഹോൾ നമ്മൾ ആഡ് ചെയ്യുന്നതാണെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അത് ഈവൻ ഇത് റെഗുലേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, അവർ പോലും ധരിച്ചിരിക്കുന്നത് ആൽക്കഹോൾ നമ്മൾ പുറത്തുനിന്ന് ആഡ് ചെയ്യുന്നതാണ്. ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് അരിഷ്ടം. ഒരു മറ്റുള്ള ഡോസേജ് ഫോംസ് പോലെ, പക്ഷേ ഈ കാലാകാലങ്ങളിൽ ഇത് ഈ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഔഷധങ്ങളും കൂടെ പ്രിസർവ് ചെയ്യാനുള്ളൊരു കാരണം കൂടിയാണ് ഇത് ഈ അരിഷ്ടം എന്നുള്ള ഫോർമുലേഷൻ വരാൻ കാരണം. എൻ്റെ ഒരു ഓർമ്മയിലുള്ളത് എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിലൊക്കെ, ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ ഫാർമസികളിൽ ഒരുപാട് ആളുകൾ ഉച്ച സമയത്തൊക്കെ വന്ന് ഊണെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഔൺസ് അരിഷ്ടം മേടിച്ച് കുടിച്ചിട്ട് പോകും. അത് അങ്ങനെ എത്ര കാലങ്ങളായിട്ട് തന്നു. അപ്പോൾ അവർക്കൊന്നും ഈ ടോക്സിക് പോയിസണൊന്നും വന്നില്ല, അല്ലെങ്കിൽ ടോക്സിക് ലിവറിനൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഇത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഇതിനൊരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഇല്ലാതെ എന്താണ് അരിഷ്ടം എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവിടെയാണ് പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം. സാർ പറഞ്ഞു അല്ലെ, പുറത്തുനിന്ന് ആഡ് ചെയ്യുന്നതല്ല അരിഷ്ടം സെൽഫ് ജനറേറ്റഡ് ആണെന്ന് പറഞ്ഞു, സ്വയമേ അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ എന്തിനാണ് ഈ അതായത് ഈ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ നമ്മൾ ആയുർവേദത്തിൽ ഇപ്പോൾ കഷായമുണ്ട്, നമുക്ക് ഗുളികകളുണ്ട്, ചൂർണ്ണമുണ്ട്. അപ്പോൾ എന്തിന് നമ്മൾ അരിഷ്ടം കൊടുക്കുന്നു? ഈ ഷെൽഫ് ലൈഫ് കൂടുക എന്നുള്ളത് മാത്രമാണോ, അതല്ലാണ്ട് വേറെ എന്തൊക്കെ? ഷെൽഫ് ലൈഫ് കൂട്ടുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. പല സാധനങ്ങളും ആൽക്കഹോൾ സോലിബിലിറ്റി ഉള്ള സാധനങ്ങളാണ്. ഉദാഹരണമായിട്ട് എല്ലാവരും പറയും സസ്യം മുഴുവൻ ആൽക്കലോയിഡ്സ് ആണെന്ന് പറയും. ഈ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്ന സാധനത്തിൽ വാട്ടർ സോലിബിലിറ്റി ഉള്ള ആൽക്കലോയിഡ്സ് വളരെ ഫീബിൾ നമ്പർ ഉള്ളൂ, വളരെ കുറച്ച് നമ്പറേ ഉള്ളൂ. കൂടുതൽ എണ്ണത്തിനും ആൽക്കഹോളിലോ അല്ലെങ്കിൽ മറ്റു ഓർഗാനിക് സോൾവെൻസിലോ അതിലേക്കുള്ളൂ. അപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള സോൾവെൻ്റ് എന്നുള്ളത് ആൽക്കഹോളാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്ന്, ഈവൻ കുറുന്തോട്ടിക്കകത്തുള്ള സ്ട്രോബിലാന്തിനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയും ആൽക്കഹോളിനകത്തേക്കുള്ളൂ. അപ്പോൾ രണ്ട് കാര്യം, ഒരു ഡ്യുവൽ ഫംഗ്ഷനാണ്. ഒരു പ്രിസർവേറ്റീവായിട്ട് ആക്ട് ചെയ്യുന്ന, ഇന്ന് പ്രിസർവേറ്റീവ് ഇൻഡ്യൂസ്ഡ് ഡിസീസ് ഒരുപാടുണ്ട്. ഇതൊരു നാച്ചുറൽ പ്രിസർവേറ്റീവ് ആയിട്ട് അതിൽ നിന്നും ആ പ്രോഡക്റ്റിനെ ഒഴിവാക്കാം. ഏറ്റവും ആക്ടിവിറ്റി ഉള്ള ആൽക്കലോയിഡ്സിൻ്റെ ഒരു സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. രണ്ട് രീതി. പിന്നെ ആയുർവേദ മരുന്നുകൾക്ക് പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പ്രശ്നം പാലറ്റബിലിറ്റി ഇല്ലെന്നുള്ളതാണ്. അരിഷ്ടാസവങ്ങൾക്കുള്ള അത്രയും പാലറ്റബിലിറ്റി മറ്റൊരു ഫാർമസ്യൂട്ടിക്കലും ഇങ്ങനെ വേരിയസ് ആയിട്ടുള്ള പ്രയോഗം. ഈ ഉച്ചയ്ക്ക് അരിഷ്ടം കുടിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പാലറ്റബിലിറ്റി ഉദ്ദേശിച്ചാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങൾ പഴയ കോൺസെപ്റ്റ് ഉണ്ട് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ. ഇത് ഡൈജഷന് വളരെ മാത്രമല്ല ആൽക്കഹോൾ തന്നെ നല്ല ഡൈജസ്റ്റീവ് ഏജൻ്റാണ്. ഹൈപ്പർ അസിഡിറ്റിക്ക് കൊള്ളാം, അതേപോലെ തന്നെ ഗാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഡിസീസിനൊക്കെ ഏറ്റവും നല്ല. പിന്നെ ഇതിനകത്ത് പ്രധാനം എന്ന് പറയുന്നത് വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ. അത് പിന്നെ ഡ്രഗുകൾ ഏതായാലും വൈദ്യനിർദ്ദേശപ്രകാരം അതാണ്. ഇതിനൊരു ഡോസ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഈ സാധാരണ ഇത് കൊടുക്കുന്ന 25 ml തൊട്ട് 30 ml ഡിപ്പെൻഡിങ് ഓൺ ദ ഏജ്. അതും കൂടുതലും കഴിക്കാൻ പറയുന്നത് ഭക്ഷണത്തിന് ശേഷമാണ് അരിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഈ അരിഷ്ടം കഴിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ പോലും ജനങ്ങൾക്ക് അറിയില്ല. അവിടെയാണ് ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ഉള്ള ഒരു അവയർനെസ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് വിശന്നിരിക്കുമ്പോൾ ഞാൻ അരിഷ്ടം മേടിച്ച് കുടിച്ചാൽ ചിലപ്പോൾ എരിച്ചിലെടുത്തുന്നിരിക്കും. അതിന് പ്രത്യേക സമയം പറയുന്നുണ്ട്, രാവിലെ കഴിക്കാൻ പറയുന്നുണ്ട്, വൈകുന്നേരം. അതിനാണ് വൈദ്യനിർദ്ദേശപ്രകാരമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. ഇതൊരു കോമൺ ഡ്രിങ്ക്സ് എന്നുള്ള രീതിയിൽ ഒരു പെപ്സിക്കോള കുടിക്കുന്ന പോലെ മേടിച്ച് കുടിക്കാനുള്ള സാധനമല്ല ഇത്. ദശമൂലാരിഷ്ടം ഈ മറ്റു വെള്ളത്തിൻ്റെ കൂടെയൊക്കെ അടിക്കുന്നതെന്ന് പറയുന്നുണ്ട് വാങ്ങിച്ച്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറാപ്യൂട്ടിക് ഡോസില്ലേ, തെറാപ്യൂട്ടിക് ഡോസ് എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട്. ആ ഡോസിൽ കൂടുതൽ കഴിക്കാനായിട്ട് ഒരിക്കലും വൈദ്യന്മാർ നിർദ്ദേശിക്കാറില്ലല്ലോ. ആ തെറാപ്യൂട്ടിക് ഡോസിൽ നിന്ന് കഴിഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അത് തന്നെയല്ല, ജനറലായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ടല്ല അരിഷ്ടം പറയുന്നത്. അത് ഓരോരോ അസുഖത്തിന് അതിൻ്റെ തെറാപ്യൂട്ടിക് ഡോസിൽ അതിൻ്റെ ഈ പറഞ്ഞതുപോലെ അതിനൊരു സമയമുണ്ട്. ആഹാരത്തിന് മുമ്പ് കഴിക്കണോ, ആഹാരത്തിന് കഴിച്ചിട്ട് കഴിക്കണോ, അൾസർ ഉള്ളവർ കഴിക്കണോ, ഇതെല്ലാം അതിനകത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പാലിച്ചു പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ്, ബിവറേജസിൽ തുറക്കാത്തത് കൊണ്ട് ചെന്ന് മരുന്ന് മേടിക്കാനെന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഫാർമസികൾക്ക് അരിഷ്ടത്തിന് ചിലവ് കൂടിയ സമയം കോവിഡിൻ്റെ ടൈമാണ്. അല്ല, ഇതിനകത്ത് പലപ്പോഴും അരിഷ്ടത്തിൽ ആരോപിക്കപ്പെടുന്ന ആ ഒരു ടോക്സിസിറ്റി എന്ന് പറയുന്നത് അത് പല വ്യാജ വൈദ്യന്മാരും അല്ലെങ്കിൽ വ്യാജ ചികിത്സകർ എന്ന് പറയുന്ന ആളുകൾ ഇതിനകത്ത് അരിഷ്ടത്തിനകത്ത് മറ്റേ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൽക്കഹോൾ മിക്സ് ചെയ്ത് കൊടുത്ത് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് പലർക്കും ടോക്സിസിറ്റി വന്നേക്കുന്നത്. അത് ഒരിക്കലും അരിഷ്ടത്തിൻ്റെ കുറ്റമല്ല. കാരണം അരിഷ്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് ഡ്രഗും ഒരു സെർട്ടൻ ലെവൽ വരെ ടോക്സിക് ആണ്. അതുകൊണ്ടാണ് അത് ഡ്രഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അരിഷ്ടത്തിന് പറയുന്ന ഡോസ് എന്ന് പറയുന്നത് 25 to 50 ml മാക്സിമം. അതായത് ഒരു പലം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു പലം എന്ന് പറഞ്ഞാൽ 48 മില്ലിയാണ്. അത് ഡിവൈഡഡ് ഡോസിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് കൊടുക്കാം. അപ്പോൾ പരമാവധി ഒരു ദിവസം കഴിക്കാൻ പറയുന്നത് 48 ml ആണ്. അപ്പം ഈ ഒരു ഡോസിന് അത് വൈദ്യൻ്റെ യുക്തി അനുസരിച്ച്, പ്രായത്തിനെയും അതുപോലെ തന്നെ അവരുടെ ശരീരഭാരം അനുസരിച്ചൊക്കെ നമുക്ക് വ്യത്യാസപ്പെടുത്തി കൊടുക്കാം. അവിടെ തീർച്ചയായിട്ടും ഒരു വൈദ്യ മേൽനോട്ടത്തിലാണ് അത് ചെയ്യേണ്ടത്. അത് വരാത്തത് കൊണ്ടാണ് ഇതിൻ്റെ പേരിൽ ഒരുപാട്, അത് പ്രത്യേകിച്ച് ആൽക്കഹോൾ എന്നുള്ളത് കൊണ്ട് ഒരുപാട് പഴി അരിഷ്ടത്തിന് കേൾക്കുന്നു. എൻ്റെ ഡോസേജിൽ തന്നെ വൈദ്യനിർദ്ദേശം ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഒരു ഫലം എന്നുള്ളത് കുറേ വൈദ്യന്മാർ, കുറേ ആചാര്യന്മാരുടെ അഭിപ്രായമാണെങ്കിൽ അതിന് മാത്രമല്ല രാവിലെ 2 ഫലവും വൈകുന്നേരം 4 ഫലവും വരെ ഇത് കഴിക്കാമായിരുന്നു എന്നുള്ളതിനും മറ്റ് വൈദ്യനിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ഇതിനും വൈദ്യനിർദ്ദേശമാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ട കാര്യം. ആ ബേസിസിൽ മാത്രമേ ഇത് കഴിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. ഇതിനകത്തൊരു പോയിന്റ് കൂടെ പറയാനുള്ളത്, ഇപ്പോൾ ശരിക്ക് ഈ ഒരു വൈദ്യൻ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറെ കണ്ടിട്ടാണല്ലോ നമ്മൾ കൂടുതലും അരിഷ്ടം കഴിക്കുന്നത്. ഇതിങ്ങനെ ഒരുപാട് കാലങ്ങളിലേക്ക് ആരും പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. ഇത് സാധാരണ നിലയ്ക്ക് ഒരു കൂടി വന്നാൽ 21 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ കൂടുതലൊന്നും അരിഷ്ടം ഡോക്ടർമാർ എഴുതി കൊടുക്കാറില്ല. അപ്പോൾ ഈ ഒരു 15 ദിവസമോ അല്ലെങ്കിൽ 20 ദിവസമോ അരിഷ്ടം കഴിച്ചുകൊണ്ട് എങ്ങനെ ലിവർ ടോക്സിറ്റി വരുന്നത്? അതൊരിക്കലും വരില്ല. അതൊക്കെയാണ് നമ്മൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈൻ ഉപയോഗിക്കുന്നവർക്കൊക്കെ മുഴുവൻ ലിവർ പ്രോബ്ലം ഉണ്ടാകുന്നതാണല്ലോ. മിക്കവാറും വൈന് പുറത്തുള്ള രാജ്യങ്ങളിൽ അതെ, ഇന്ത്യയിലും അതെ, വൈൻ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തും ഒരു മാക്സിമം 10% വരാറുള്ളൂ. 12% വളരെ എക്സ്ട്രീമിലേ വരാറുള്ളൂ ചില കോമ്പിനേഷൻ്റെ ഭാഗമായിട്ട്. പക്ഷേ സാധാരണ നിലയ്ക്ക് ഒരു 7 തൊട്ട് 10% വരെ ഇതിനകത്ത് ആൽക്കഹോൾ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു ടോക്സിറ്റി ഉണ്ടാവില്ല, ലിവർ ടോക്സിറ്റി. അതുമാത്രമല്ല, എവിടെ നിന്നും മേടിക്കുന്നു അരിഷ്ടം എന്നുള്ളതും കൂടെ. ഇപ്പോൾ ഈ ലിവർ ടോക്സിസിറ്റി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ചിലവർ അത് എവിഡൻസ് ആയിട്ട് പറയുന്നതും ഒക്കെ ലോക്കലി പ്രിപ്പയർ ചെയ്യുന്നതും ഒട്ടും ആ ഒരു ക്വാളിറ്റി മെഷേഴ്സ് ഒന്നും എടുക്കാതെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ആഡ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന അരിഷ്ടത്തിൻ്റെ ലേബലിൽ ഇറക്കുന്നതാണ്. അപ്പോൾ ഒരു പൊതുജനങ്ങൾക്ക് എങ്ങനെ ഇത് സേഫ് ആയിട്ടുള്ള ഒരു അരിഷ്ടമാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റി മെഷേഴ്സാണ് നമ്മൾ ഒരു അരിഷ്ടം ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ തന്നെ 80 years ലെഗസിയുള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മൾ തന്നെ ഫോളോ ചെയ്യുന്ന കുറേ ക്വാളിറ്റി മെഷേഴ്സും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ കാണും. അപ്പോൾ എന്തൊക്കെയാണ് അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി മെഷേഴ്സ്? ഈ അരിഷ്ടം നല്ലതാണെന്ന് പറഞ്ഞാലും അത് ഉണ്ടാക്കേണ്ടതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ അരിഷ്ടവും എല്ലാ മരുന്നിനും അതിൻ്റേതായ ദൂഷ്യങ്ങളുണ്ടാകും. പണ്ട് കാലത്തൊക്കെ സാറ് പറഞ്ഞതുപോലെ കുടത്തിൽ നമ്മൾ കെട്ടിയിട്ട് മണ്ണി കുഴിച്ചിടുകയും അല്ലെങ്കിൽ വൈക്കോലി വെക്കുകയൊക്കെ ചെയ്തിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ ആ ഒരു അതിനകത്തുള്ള ഈസ്റ്റിന് വളരാനുള്ള ഒരു സാഹചര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരുപാട് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കുന്നതാണ്. നമുക്കറിയാലോ, നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് പോലും ചില സമയത്ത് 25 ആയിരിക്കും, ചിലപ്പോൾ അത് 30 ആകും, ചിലപ്പോൾ 35 ആകും. അപ്പോൾ ആ കുറേ നിബന്ധനകളുണ്ട്. അതിലേറ്റവും ആവശ്യമെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സിംഗിൾ സെൽ മൈക്രോ ഓർഗാനിസമാണ്. അപ്പോൾ അതിന് എനർജി ഉണ്ടാക്കാനായിട്ട് അതിന് പല ഒന്ന് രണ്ട് രീതികൾ അതിന് ഉപയോഗിക്കാവുന്നതാണ്. ഓക്സിജൻ്റെ സപ്ലൈ ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറും.
അതേസമയത്ത് നമ്മൾ അരിഷ്ടത്തിൽ ഉപയോഗിക്കുന്നത് അതിനെ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. ആ കൺവേർട്ട് ചെയ്യുമ്പോൾ അനറോബിക് ഫെർമെൻറ്റേഷൻ തന്നെ ആവശ്യമാണ്. അനറോബിക് ഫെർമെൻറ്റേഷനിലാണ് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഉണ്ടാക്കുന്ന വാറ്റോ ഭരണിയോ അടച്ചു വെക്കണം എന്നുള്ളൊരു ആവശ്യമാണ്. ഈ പലരും പറയാറുണ്ട് ഞങ്ങൾ 7 ദിവസം കൊണ്ട് അരിഷ്ടം കിട്ടും, അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് എടുത്ത് ഉപയോഗിക്കും. ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന അതിനകത്തുള്ളൊരു ക്രൈറ്റീരിയ ഇല്ല. അത് ആ ഈസ്റ്റിന് വളരാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മൾ. അതിൻ്റെ കൂട്ടത്തിൽ ആൽക്കഹോൾ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റാണ്. കൃഷ്ണമാൻ ഡോക്ടർ പറഞ്ഞതുപോലെ പ്ലാന്റിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെള്ളത്തിൽ സോലുബിളൊന്നുമല്ല. അപ്പോൾ വെള്ളത്തിൽ സോലുബിൾ അല്ലാത്തതിനെ സോലുബിൾ ആക്കാനായിട്ടുള്ളൊരു പ്രക്രിയയും കൂടെയാണ് ഈ അരിഷ്ടാസ്വാദങ്ങളുടെ നിർമ്മാണത്തിലൂടെ നമ്മൾ പാലിച്ചു വരുന്നത്. അപ്പോൾ അതിനെ ലയിപ്പിച്ച് ചേർക്കുക എന്നുള്ളത് ഒരാവശ്യമാണ്. എന്നെങ്കിലും ഈ പറയുന്ന മെഡിസിനൽ പ്രോപ്പർട്ടി ഈ പറയുന്ന അരിഷ്ടങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതിന് വേണ്ട ഒരുപാട് നിബന്ധനകൾ ഇപ്പം ഫാർമക്കോപ്പിയിലൊക്കെ അത് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ വേണ്ടിയത് എന്തിലരിഷ്ടം കിട്ടും. പണ്ട് കുടത്തി കെട്ടിയിരുന്നു, അല്ലെങ്കിൽ വളരെ പണ്ട് കാലത്ത് യൂറോപ്യൻസൊക്കെ ആംഫോറ എന്ന് പറഞ്ഞ് ഈ പാം ട്രീയുടെ തടി കണ്ടാണ് കെട്ടിയിരുന്നത്. ഇപ്പോഴും നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസിലും എല്ലായിടത്തും ഓക്കിൻ്റെ ബാരലാണ് ഉപയോഗിക്കുന്നത്. അത് വൈൻ ഉണ്ടാക്കാനും അതേപോലെ വൈൻ ഏജിങ്ങിനും ഉപയോഗിക്കുന്നത് ഓക്കിൻ്റെ ബാരലാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ഒരു ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് മാറിയപ്പോഴേ എല്ലാവരും വുഡൻ വാറ്റാണ്. അപ്പം നമ്മൾ കിട്ടുന്നതും വുഡൻ വാറ്റിലാണല്ലോ, ദൈവനറിയാമല്ലോ. അപ്പോൾ ആ വുഡൻ വാറ്റ് ഉണ്ടാക്കുന്ന ഈ ഓക്കിൻ്റെ സമാന പ്രോപ്പർട്ടിയുള്ള ചന്ദനാഗില് പോലുള്ള മരങ്ങളാണ്. ഓക്കിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ടെർപീൻസും അതുപോലെ ടാനിൻസും അതൊക്കെ ഈസ്റ്റിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈസ്റ്റ് സപ്ലൈ അല്ല ചെയ്യുന്നത്. ഈസ്റ്റ് ഇതിനകത്തിൽ ഉള്ളതിനെ വളരാനായിട്ട് നമ്മൾ സമ്മതിക്കുക. അപ്പോൾ നമ്മളുടെ റോ മെറ്റീരിയൽ ഒന്നും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇന്ന് പണ്ട് കാലത്തെ ശർക്കരയൊന്നും അല്ല ഇപ്പോൾ കിട്ടുന്നത്. ഈ ശർക്കരയിലൊക്കെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്തിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസം വേറെ ഉണ്ടാകും, ബാക്ടീരിയ ആയിട്ടും വേറെ തരത്തിലുള്ള സൂക്ഷ്മജീവികളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെ അറസ്റ്റ് ചെയ്തിട്ട് ഈ ഈസ്റ്റിന് വളരാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ നാട്ടിൽ ഈ ഓക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ചന്ദനാഗില് പോലുള്ള മരം എടുക്കുന്നത്. ഇനി അത് ആ ഓക്ക് ബാറിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ മരവും കൊണ്ടും വാറ്റുണ്ടാക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റിയും കൂടെ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. അതിനെ സ്ട്രിപ്പാക്കിയിട്ട് അത് സീസൺ ചെയ്യാമെന്ന് പറയും. അതായത് പിന്നെ മഴയും മഞ്ഞും വെയിലും ഒക്കെ കൊള്ളിച്ച് അതിനെ സീസൺ ചെയ്യും. അപ്പോൾ അതിനകത്തിൽ ഹാർഷായിട്ടുള്ള വല്ല ഈ പറഞ്ഞ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് ചൂടാക്കി വളച്ച് പിന്നെ ഇരുമ്പിൻ്റെ വട്ട വെച്ച് അങ്ങനെയൊക്കെയാണ്. ഒരു വലിയ പ്രോസസ്സാണ്. അതിന് കൂപ്പറേജ് എന്നാണ് പറയുന്നത്. ഓക്ക് ബാരൽസ് ഒക്കെ ഉണ്ടാക്കുന്നത് അതേ പ്രോസസ്സാണ് നമ്മളുടെ ഇവിടെയും പണ്ട്. അതിന് ഈ വുഡ് ശരിയാക്കിയതിന് ശേഷം അത് യോജിപ്പിക്കണതിന് വെട്ടിട്ടാണ് അവരത് യോജിപ്പിക്കുന്നത്. വാഴപ്പോളയാണ് കയറ്റി വെക്കുന്നത്. അതായത് വാണി ഒരു ഇരുമ്പിന്റെ എക്സ്റ്റേണൽ സാധനം പോലും അതിനകത്തിൽ വരുന്നില്ല. വാട്ടി ഉണക്കിയിട്ട് ഇതിന് അവസാനം വാക്സിങ് എന്നും പറഞ്ഞ പരിപാടി ഉണ്ട്. അത് വളരെ ടെക്നിക്കൽ സ്കിൽ വേണം, അറിയാവുന്നവർ ചെയ്താലേ ശരിയാവും. ഫെവിക്കോളിൽ നല്ല സ്ട്രോങ് ആണ്. അത് വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഒട്ടും സൂക്ഷിരങ്ങൾ കാണില്ല. പക്ഷെ അത് അറിയാവുന്നവർ ചെയ്താലേ ടെക്നിക്കൽ സ്കിൽ ശരിക്കും വേണം അതിന്. അപ്പോൾ അതിലുണ്ടാക്കുന്ന അരിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 ദിവസം എന്ന് പറഞ്ഞാൽ 30 ദിവസം തന്നെ നമ്മൾ ചിലത് 30-ന് എക്സീഡ് ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ 30 ദിവസത്തിന് മുമ്പ് 10 ദിവസം ആകുമ്പോഴേ ഞാൻ അത് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി 10 ദിവസം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ആൽക്കഹോൾ അതിനകത്തിൽ വരും. ഒരു 7 തുടങ്ങി 10 വരെ ഡോക്ടർ പറഞ്ഞ പോലെ അതിനപ്പുറം ഒന്നും ആൽക്കഹോൾ വരാറില്ല. എക്സൈസുകാർ പറയുന്നത് 12% പറയുന്നത്. പക്ഷേ 12% ഒന്നും ഒരിക്കലും ഈ കണ്ടീഷൻ നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ, അതായത് അന്നത്തെ ആചാര്യന്മാർ ഇതിനകത്തിൽ ആൽക്കഹോൾ ഉണ്ടാക്കി കുടിക്കുക എന്നുള്ള ഒരു ഇതിലല്ലല്ലോ ചെയ്തിരുന്നത്. ഇതിനകത്തിൽ ഈ മരുന്നിനെ എല്ലാം ഡിസോൾവ് ചെയ്തിട്ട് ഒരു തെറാപ്പറ്റിക് പ്രിപ്പറേഷനായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ. പിന്നെ നമുക്കൊരു സ്റ്റാൻഡർഡൈസേഷൻ പാരാമീറ്റർ ആയിട്ടാണ് നമ്മളെന്ത് ആൽക്കഹോൾ ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആൽക്കഹോൾ ഇതിനകത്തിലൊരു ഘടകമേ അല്ല. ബാക്കിയുള്ള തെറാപ്പറ്റിക് മെറ്റീരിയൽ മുഴുവൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള അവസരം നമുക്കിപ്പോൾ ഇല്ല. ഈ പറഞ്ഞതുപോലെ ഓക്കിൻ്റെ ബാരലിന് പകരം ഈ ചന്ദനാഗില് കൊണ്ടുള്ള ബാരലുണ്ടാക്കി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഈ പറഞ്ഞ പോലെ മറ്റു മൈക്രോബ്സിൻ്റെ ഇൻവേഷൻ കുറയ്ക്കും. അത് തന്നെയല്ല ഇതൊരിക്കലും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷന് വിധേയമാകുന്നില്ല. അപ്പോൾ ഒരു ഐഡിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 25 തുടങ്ങി 32 ഡിഗ്രി വരെയാണ് ഈസ്റ്റ് ഫെർമെൻറ്റേഷന് ആവശ്യം. കൂടുതൽ പ്രിസൈസായിട്ട് പറഞ്ഞാൽ 28 തുടങ്ങി ഒരു 32 ഡിഗ്രി വരെയാണ്. ഇപ്പോൾ ഇത് ഈ സീസൺ ചെയ്ത ഈ വാറ്റിനകത്ത് പിന്നെ ഒരു തരത്തിലുമുള്ള
മരം ചുരുങ്ങുകയോ അല്ലെങ്കിൽ കുതിർന്ന് വീർക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സ്റ്റഡി ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറും ഒരു കണ്ടീഷൻ അതിന് കൊടുക്കും. അതുകൊണ്ട് അതിന് പുറമേ നിന്ന് നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റോ കറണ്ടോ കൊടുത്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഇപ്പോൾ പലരും എനിക്കറിഞ്ഞൂടെ വാറ്റിൽ ആരെങ്കിലും കെട്ടുന്നുണ്ടോയെന്ന്. ഇപ്പോൾ സ്റ്റീൽ വാറ്റ് പോയിട്ട് ഇപ്പോൾ സിൻടെക്സ് ടാങ്കാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ഇത് തീർത്തും ഒരു കെമിക്കൽ പ്രോസസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മീഡിയേറ്റഡ് ബൈ ഈസ്റ്റ് സെൽസ് ആണ്. ഇതിന് ഒരുപാട് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. ഇതിൻ്റെ ഓപ്റ്റിമം കണ്ടീഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുക. അതിൻ്റെ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, തടിയാണോ അല്ലെങ്കിൽ എർത്തൺ പോട്ടാണോ. സ്റ്റീൽ വെസൽസ് ആകുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഏത് മെറ്റൽ ഉപയോഗിച്ചാലും അതിൻ്റെ കണ്ടക്ടിവിറ്റി കൊണ്ട് അകത്തേ ചൂട് പുറത്തേക്കും പുറത്തേ ചൂട് അകത്തേക്കും വരും. അതുകൊണ്ടാണ് ഈ സ്റ്റീൽ വെസലിലും മറ്റും ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കാരണം ഈ ഓർഗനിസം ഡെഡായിപ്പോൾ ഇത് ഹൈലി തെർമോലൈബിളായിട്ടുള്ള ഓർഗനിസമാണ്. ഹൈ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഇത് കുറേ ഡെഡാവും, കുറേ അത് സിസ്റ്റായിട്ട് ഫോം ചെയ്ത് പോകും. നമ്മൾ അനുഭവിക്കുന്ന അതല്ല, മരുന്ന് കഴിക്കുന്നവരായിരിക്കും അനുഭവിക്കും. പിന്നെ അതിനകത്തെ ശർക്കരയുടെ ശർക്കരയ്ക്കകത്ത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള അളർട്ടൻസ് ചേർത്തായിരിക്കും ശർക്കര വരുന്നത്. ഇതിന് ഉപയോഗിക്കാൻ പറയുന്നത് തന്നെ പഴയ കാലത്തെ ഈ പാട്ടശർക്കര ഉണ്ടല്ലോ, അതാണ് തീർത്തും മൊളാസസ് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന സാധനമാണ്. ഇത് ഉപയോഗിക്കാനാണ് പറയുന്നത്. ഇന്ന് വരുന്ന ശർക്കര ശർക്കര എന്ന് പറയുമ്പോൾ അതിനകത്ത് പല ഫില്ലേഴ്സും ഒക്കെ ചേർക്കും, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കണ്ടീഷനും വളരെ സെൻസിറ്റീവായിട്ട് നോക്കിയാൽ മാത്രമേ ഈ പ്രിപ്പറേഷൻ ശരിയാവും. അങ്ങനെ എടുക്കുന്നതിനകത്ത് അപ്പോൾ അതിനകത്ത് ആദ്യം ആൽക്കഹോൾ ഉണ്ടാകും. ഈ 30 ദിവസം കൊടുക്കുന്നതന്നെ ഈ ആൽക്കഹോൾ ഉണ്ടാകാൻ ആകെ 7 ദിവസം 8 ദിവസവും മതി. അതിനകത്ത് ഡിസൊല്യൂഷൻ പീരീഡ് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പേര് ഫെർമെൻറ്റേഷൻ എന്ന് വരാൻ തന്നെ കാരണം ഇതാണ്. ഇതൊരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ അർത്ഥം തന്നെ ലൈക്ക് ടു ബോയിൽ എന്നാണ്. ഇതിനകത്തേക്ക് നോക്കുമ്പോൾ വെള്ളം തിളയ്ക്കുന്ന ഇത് കോൾബ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന് പറ്റിയ തെറ്റാണ്. പുള്ളി ഒരു സൈഡ് ലാബിൽ പഞ്ചസാര കലക്കി വെച്ച് വെച്ചങ്ങ് പോയി. കുറേ ദിവസം വന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതിനകത്തുനിന്ന് ഇങ്ങനെ കോമളകൾ വന്നുകൊണ്ട് പുള്ളി വിചാരിച്ചു പ്രോസസ് സിമിലർ ടു ബോയിലിംഗ് എന്നാണ് പുള്ളി ധരിച്ചത്. അതിനകത്തുനിന്ന് എഫർവസൻസ് വന്നുകൊണ്ട് പുള്ളി കൊടുത്ത ഒരു തെറ്റായ ടെർമിനോളജിയാണ് ഫെർമെൻറ്റേഷൻ. ആ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം ലൈക്ക് ടു ബോയിൽ, തിളയ്ക്കുന്നത് പോലെ ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇങ്ങനെ നമ്മൾ ഈ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ ഇതിനകത്തുനിന്ന് സോഡ പൊട്ടിക്കുന്ന പോലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കുറേ അതിനകത്ത് ലിമിറ്റ് ചെയ്ത് നിർത്തണം. കാരണം അതിന് പോലും അതിനകത്ത് അതിൻ്റെ ഓപ്റ്റിമം കണ്ടീഷൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഫെർമെൻറ്റേഷൻ വേഗത്തിൽ നടത്താൻ വേണ്ടി ഇത് ഓപ്പൺ മെത്തേഡ് ഉപയോഗിച്ച് വരുമ്പോൾ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം, ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ആൽക്കഹോൾ ആകാൻ ഇതിനകത്ത് റിഡക്ഷൻ എന്നൊരു പ്രോസസ്സ് നടക്കുന്നതിന് പകരം ഓക്സിഡേഷൻ നടന്നിട്ട് ഇത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് അങ്ങ് മാറുകയാണ്. അങ്ങനെയാണ് പലരുടെ അരിഷ്ടം പുളിച്ചു പോകുന്നതും. തനി വിനാഗിരി ആയിരിക്കും ഈ സാധനം. ഡോക്ടർ ഇത് പറയുന്ന ഒരു ഏറ്റവും വലിയ വെച്ച് കഴിഞ്ഞാൽ ഒരു GMP സർട്ടിഫൈഡ് കമ്പനിക്ക് മാത്രമേ അരിഷ്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവരും കുടിവാറ്റ് പോലെ ഇത് ചെയ്യേണ്ടതേ കമ്പനി. ഇത് ഒരു സാധാരണ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഇതൊരു അംഗീകൃത കമ്പനി, GMP സർട്ടിഫൈഡ് കമ്പനിയിൽ മാത്രമേ ഇത് അവരുടെ കൃത്യമായ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാത്തത് മുഴുവൻ അനധികൃതമാണ്. അതിന്റെ പഴിയും കൂടെ ആയുർവേദത്തിനാണ് പലപ്പോഴും കേൾക്കുന്നത് മാത്രം. എല്ലാ ഡിസീസ് ഇൻഡിക്കേഷനും എല്ലാ അസുഖങ്ങൾക്കും വേണ്ടിയിട്ട് അരിഷ്ടങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ സ്കിന്നിനാണെങ്കിൽ ഗതിരാരിഷ്ടം, പടവലാതി അരിഷ്ടം പോലുള്ള അരിഷ്ടങ്ങളുണ്ട്. പിന്നെ ഈവൻ ലിവറിനുള്ള തന്നെ അരിഷ്ടങ്ങളുണ്ട്. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, ബ്ലഡിൻ്റെ ഉള്ള ദ്രാക്ഷാരിഷ്ടം പോലുള്ള അരിഷ്ടങ്ങളുണ്ട്. ദശമൂലാശ്വരി ഒരു ജനറൽ ടോണിക്കായിട്ടും ആൻറ്റി ഓക്സിഡൻ്റായിട്ട് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോസസ്സിലും അരിഷ്ടങ്ങൾ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ ദ്രാക്ഷാരിഷ്ടം ഒരു ഉദാഹരണത്തിന്, അതായത് രക്തസംബന്ധമായ അസുഖങ്ങൾക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പനി പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ മുസ്താരിഷ്ടം പോലുള്ള പലതും കൊടുക്കാറുണ്ട്. പിപ്പല്യാസവും പോലുള്ള ഇത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ദഹന വ്യവസ്ഥയെ അല്ലെങ്കിൽ ദഹനത്തിന് അനുകൂലമായ രീതിയിൽ നമ്മുടെ ശരീരത്തിലെ സാഹചര്യത്തെ മാറ്റാനും കൂടെ ഈ അരിഷ്ടത്തിന് കഴിവുണ്ട്. അപ്പം ആവശ്യം ഉള്ള, അതായത് ഇവിടെ നേരത്തെ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു. ഇപ്പോൾ ഇതിനകത്തുള്ള ഈസ്റ്റിൻ്റെ പ്രസൻസോ മറ്റേതോ എന്തോ ആയിക്കോട്ടെ, അത് ഈവൻ അതിനകത്ത് ഉണ്ടായേക്കാവുന്ന ഹെവി മെറ്റൽ ടോക്സിസിറ്റിയെ പോലും അത് അബ്സോർബ് ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരുപാട് പഠനങ്ങളുണ്ട്. പൈൽസ് പോലുള്ള കണ്ടീഷൻസിന് കൊടുക്കാൻ പറ്റുന്ന ദുരാലഭാരിഷ്ടം പോലുള്ള കാര്യമുണ്ട്. അപ്പം ഞാനിതൊരു അരിഷ്ടത്തിൻ്റെ പേര് ഇന്നത് കൊടുക്കണം എന്നല്ല, അത് തീർച്ചയായിട്ടും ഒരു വൈദ്യൻ്റെ യുക്തിയാണ്. അദ്ദേഹമാണ് അത് തീരുമാനിക്കേണ്ട ഏത് കണ്ടീഷനിൽ എന്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പൈൽസ് പോലുള്ള കണ്ടീഷൻസിൽ മോഷൻ പോകാനൊക്കെ തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ കുറച്ചുകൂടിയും അതിനെ ഒന്ന് ഫ്രീ ആക്കി വിടുന്ന ടൈപ്പുള്ള അരിഷ്ടങ്ങളായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലുള്ള ഡ്രഗ്സിൻ്റെ കോമ്പിനേഷനിലുള്ള അരിഷ്ടമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ദന്തിയരിഷ്ടം പോലുള്ളതോ അല്ലെങ്കിൽ ദുരാലഭാരിഷ്ടം പോലുള്ളതോ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ സിസ്റ്റം അനുസരിച്ച് എന്താണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് വൈദ്യൻ തീരുമാനം. അതുപോലെ തന്നെ ഇപ്പോൾ ഏജ് ഫാക്ടർ അനുസരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് കുട്ടികൾക്കുള്ള അരിഷ്ടം വരുന്നുണ്ട്, അരവിന്ദാസോ. അപ്പോൾ അതുവരെയും ആചാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അത് കൂടാണ്ട് നമ്മൾ ഓരോ ഏജിനനുസരിച്ചിട്ടുള്ള പിന്നെ ഇത് നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് ഇത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം. പല വൈദ്യന്മാരും ഡോക്ടേഴ്സും ഇത് 25 ml എടുത്തിട്ട് 10 ml തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ഏജിലും ഇത് ഉപയോഗിക്കാവുന്നതാണെന്നുള്ളൊരു പ്രത്യേക കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പല ഡിസീസസിനും ഇത് വളരെ ഇഫക്റ്റീവാണ്. ഈ അരവിന്ദാസുഖത്തിനുള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആമ്പൽക്കിഴങ്ങാണ്. ഈ ആമ്പൽക്കിഴങ്ങ് ഏറ്റവും നല്ലൊരു ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഏജൻറ്റാണ്. താമര ഇതിൻ്റെ കിഴങ്ങുകളൊക്കെ തന്നെ എപ്പോഴും വയറിനകത്തുണ്ടാകുന്ന രോഗങ്ങൾക്ക്, വിരകൾക്ക്, കുട്ടികളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന വിരയും കൃമിരോഗങ്ങളുമാണ്. അതിന് അരവിന്ദാസുഖം ഏറ്റവും നല്ല പ്രിപ്പറേഷൻ ആകാൻ കാര്യം ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനകത്ത് വെള്ളത്തിൽ ലയിക്കുന്ന സാധനങ്ങളോ ആൽക്കഹോളിൽ ലയിക്കുന്ന സാധനങ്ങളും ലയിക്കും. പിന്നെ അവിടെ ആസവം തന്നെ കൊടുക്കുക അല്ലെങ്കിൽ അരിഷ്ടം തന്നെ കൊടുക്കണമെന്ന് പറയാൻ കാര്യം ഈ ആൽക്കഹോൾ ഇറ്റ്സെൽഫ് തന്നെ ചെറിയ ഡോസേജിൽ നല്ല ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഏജൻറ്റാണ്. കുട്ടികൾക്ക് വിശപ്പുണ്ടാകാനും ഇതൊക്കെ ഉണ്ടാകാതിരിക്കാനും ഏറ്റവും നല്ലൊരു പ്രിപ്പറേഷനാണത്. പിന്നെ ലിവർ ഡിസീസിൽ ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്ന സാധനം രോഹിതകാരിഷ്ടം എന്ന് പറയുന്നത് ഈവൻ വൈറൽ ഹെപ്പാറ്റൈറ്റിസിൽ വരെ ഉപയോഗിക്കുന്ന സാധനമാണ് രോഹിതം. അത് ചെമ്മരം എന്ന് പറയുന്ന ഒരു സാധനമാണ്. ചെമ്മരത്തിൻ്റെ തൊലി തന്നെ എടുത്ത് അതിനകത്ത് കഷായം വെക്കാൻ പാടില്ലാതെ അത് ആസവമായിട്ട് രോഹിതകാസം എന്ന് പറഞ്ഞാൽ ആസവം, കാരണം ചൂട് കൊണ്ട് നശിച്ചു പോകും. ഇത് അരിഷ്ടവും ആസവവും തമ്മിലുള്ളൊരു വ്യത്യാസം. അരിഷ്ടത്തിനകത്ത് എപ്പോഴും കഷായം വെക്കണം. കഷായം വെച്ചിട്ട് ആസവത്തിനകത്ത് ഇത് കഷായം വെക്കാൻ പാടില്ല. കാരണം ഈ നോക്കി അവരുടെ ബുദ്ധിയാണ് നമ്മളറിയുന്നത്. ഈ ആസവത്തിനകത്തുള്ള പല സാധനങ്ങളും ചൂടുകൊണ്ട് നശിച്ചു പോകുന്നതുകൊണ്ടാണ്. ഈ രോഹിതകം എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒരു ഫൈറ്റോസ്റ്റീറോയിഡാണ്, ഒരു എസെൻഷ്യൽ ഓയിലുമാണ്. ചൂടുകൊണ്ട് ഇത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത് രോഹിതക ആസവമായിട്ടാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ഈ പറയുന്ന വൈറൽ ഹെപ്പാറ്റൈറ്റിസ്, വയറുകടി, മഞ്ഞപ്പിത്ത ഈ കേസുകളിലൊക്കെ ഇത്രയും നന്നായിട്ട് ഉപയോഗിക്കാവുന്ന വേറൊരു മരുന്നില്ല. അതുപോലെ ഒന്ന് തന്നെയാണ് ലേഡീസിനുള്ള, സ്ത്രീകൾക്കുള്ള അശോകാരിഷ്ടം. ഇതുപോലെ തന്നെ അശോകം തന്നെ ഭയങ്കര കോൺട്രവേഴ്സിയാണ്. അശോകം എന്നും പറഞ്ഞു വരുന്ന മുഴുവൻ വേറെ ഇവിടുത്തെ പോളിയാലിറ്റിയാ, അരണമരത്തിന്റെ തൊലിയൊക്കെയാണ്. ശരിക്കുള്ള അശോകം തൊലി ഉപയോഗിച്ച് കെട്ടി കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ലിവറിന്റെയും നമ്മുടെ അരവിന്ദാസുഖത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും പേടിയുള്ള കാര്യമാണ്. അരിഷ്ടം ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നുണ്ട്. കുട്ടികൾക്കും അതുപോലെ ലിവർ ഡിസീസ് ഉള്ളവരെല്ലാം അരിഷ്ടം കൊടുക്കും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് അതെന്താ ലിവറിനപ്പോൾ കൂടുതൽ പ്രശ്നമാവില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ക്വയറീസിന് എന്താണ്, അങ്ങനെയുള്ള ഉത്തരങ്ങൾക്ക് എന്ത് മറുപടിയാണ്? അതിനാണ് വൈദ്യനിർദ്ദേശം വേണമെന്ന് പറഞ്ഞത്. വൈദ്യനിർദ്ദേശപ്രകാരമേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അതിനാണ്. അതെ, വൈദ്യനിർദ്ദേശപ്രകാരം ഉള്ളത് വേണം. അതോടൊപ്പം തന്നെ ഞാൻ പബ്ലിക്കിന് ഇതിന് കുറച്ചും കൂടെയൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ കുറച്ചും കൂടെയൊക്കെ കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നത്, അവയർനെസ് പ്രോഗ്രാം കൊടുക്കണം പബ്ലിക്കിന്. എങ്ങനെയാണ് ഇങ്ങനെ അത് ഞങ്ങൾ പറയുന്നതിനേക്കാൾ ഒരു അല്ലാത്ത സോഷ്യൽ ആക്ടിവിറ്റി ഉള്ളവരാണ് അവയർനെസ് കൊടുക്കേണ്ടതിന് പ്രശ്നങ്ങളില്ല, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നു. ഇപ്പം ആരും അരിഷ്ടം ഉപയോഗിച്ചിട്ട് ലിവർ പോയി മരിച്ചതായിട്ട് ആരും അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ മുമ്പ് തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. പക്ഷെ അരിസ്റ്റഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം എന്ന് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പം സാധാരണഗതിയിൽ നമ്മൾ ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ ഇപ്പം ഇത് ഒരു പക്ഷേ നമ്മളിപ്പം അരിഷ്ടം അങ്ങനെ തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പേഷ്യൻസ് പലപ്പോഴും ദുരുപയോഗം ചെയ്യാറുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും ഈ ഒരു കണ്ടീഷനിൽ ഒഴിവാക്കാറുണ്ട്. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, അതായത് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഓൺ ദ സേഫർ സൈഡ് പലപ്പോഴും കൊടുക്കാറില്ല. പക്ഷേ 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാറുണ്ട്. താഴെയുള്ള കുട്ടികൾക്കും കൊടുക്കാം, പക്ഷേ അതും വൈദ്യനിർദ്ദേശപ്രകാരം ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അവരുടെ ഈ പറയുന്ന പോലെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒക്കെ, അല്ലെങ്കിൽ മേധ്യമായ സ്വഭാവം, അതായത് ഇപ്പം ബുദ്ധി, കാരണം ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സമയമാണ്. കാരണം ഈ അരിഷ്ടത്തിൻ്റെ ഒരു വ്യാപ്തി സ്വഭാവമുണ്ട്, ശരീരം മുഴുവൻ വ്യാപിക്കാനുള്ള ഒരു കഴിവുണ്ട്, ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പം ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാരസ്വതാരിഷ്ടം പോലുള്ള കാര്യങ്ങളൊക്കെ അത് ശരീരത്തിലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഏജ് ബാർ എന്ന് പറയുന്നതില്ല. പക്ഷേ ഇത് എല്ലാം യുക്തി അനുസരിച്ച് വേണം ഉപയോഗിക്കാൻ. പൊതുവെയുള്ള വേറൊരു തെറ്റിദ്ധാരണ, ആയുർവേദ മരുന്നുകളിൽ മാത്രമാണ്, ഈ അരിഷ്ടങ്ങളിൽ മാത്രമാണ് ഈ ആൽക്കഹോൾ കണ്ടന്റ്. അതായത് എല്ലാ വൈദ്യശാസ്ത്ര മേഖലകളിലും മിക്ക മെഡിസിനുകളിലും ഈ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ വേറെ ഏതൊക്കെ മേഖലയിൽ നമ്മളിപ്പോൾ കോമൺ ആയിട്ടുള്ള ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് എന്താ? എല്ലാ ഔഷധ മേഖലകളിലും ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ മാത്രം സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോളാണ് ഉപയോഗിക്കുന്നത്. മറ്റേതിനകത്ത് ആഡ് ചെയ്യുകയാണെന്നാണ് ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ടിഞ്ചർ എന്നുള്ള ടിഞ്ചർ എന്ന് പറഞ്ഞാൽ തന്നെ സൊല്യൂഷൻ ഓഫ് ആൽക്കഹോളാണ്. ടിഞ്ചറൈഡിൻ, ടിഞ്ചർ ഓപ്പിയം, ഇതൊക്കെ മോഡേൺ മെഡിസിൻ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഒന്നും വേണ്ട, ഹോമിയോ ഏറ്റവും സേഫായിട്ടെന്ന് പറയുന്ന ഹോമിയോയുടെ തന്നെ മദർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ആൽക്കഹോൾ
ഇതിനകത്ത് എടുക്കുന്നതാണ്. ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്യുന്ന സാധനങ്ങളാണ് ഹോമിയോയിൽ വരുന്ന മെഡിസിനുകൾ മുഴുവൻ. മോഡേൺ മെഡിസിൻ്റെ ഒരു നല്ല വിഭാഗം തന്നെ ടിഞ്ചർ അയഡിൻ, ടിഞ്ചർ ഓപ്പിയം. ഇന്ന് മാത്രമല്ല, ഇന്ന് ആൻറ്റി ക്യാൻസറസ് ആയിട്ട് പെയിന് കൊടുക്കുന്ന പല ഡ്രഗുകളും തന്നെ ട്രൂ ആൽക്കഹോൾ സൊല്യൂഷൻസ് ആണ് കൊടുക്കുന്നത്. കാരണം അതിനകത്ത് മാത്രമേ അങ്ങനെയുള്ള ആൽക്കലോയിഡ്സ് ലയിക്കൂ. അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോളാണ് ഉണ്ടാകുന്നത്. അതിൽ തന്നെ ഉണ്ടാകുന്ന ആൽക്കഹോളിലെ കുറച്ച് ഭാഗം, ഇപ്പോൾ ആദ്യം ഉണ്ടാകുന്ന നമ്മളിപ്പോൾ പറയുന്ന 7% കൂടുതലുണ്ടാകും. അതിൽ കുറച്ച് ഭാഗം ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന പല മരുന്നുകളും, പ്രക്ഷേപണ ചൂർണ്ണം എന്ന് പറയുന്ന മരുന്നുകളുണ്ട്. അതായത് നമ്മുടെ ഗ്രാമ്പൂ, ജാതിക്ക ഇങ്ങനെയുള്ള സാധനം. ഇതിനകത്തൊരു എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്, അതിനുകൊണ്ടാണ് നമുക്കതിന് മണമുള്ളത്. അത് നല്ല ആപ്പിറ്റൈസറാണ്, നല്ല ബോഡി ബിൽഡിങ്ങിനുള്ളതാണ്, ലിവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇത് ഈ ആൽക്കഹോളുമായിട്ട് പ്രവർത്തിച്ച് എസ്റ്ററുകൾ എന്ന് പറയുന്ന സാധനമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് നല്ല മണമുള്ളത്. അതുകൊണ്ടാണ് ഈ അരിഷ്ടാസുഖങ്ങൾക്ക് എപ്പോഴും നല്ല മണം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അപ്പോഴവിടെ റെസിഡുവൽ ആൽക്കഹോളിൻ്റെ പെർസെൻറ്റേജ് കുറയുകയാണ് ചെയ്യുന്നത്. ഇതേൽ ആൽക്കഹോളിലാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇതേൽ ആൽക്കഹോൾ എക്സൈസിൻ്റെ പരിമിതിയിലൊക്കെ വരും. പക്ഷേ വില കൂടുതലാണ്. അത് റിട്രീവ് ചെയ്താലും കുറേ അവർക്ക് നഷ്ടം വരും. അതുകൊണ്ട് കുറച്ച് ചീപ്പായിട്ടും അവൈലബിളും ആയിട്ടുള്ളത് മെത്തനോളാണ്. മെത്തനോൾ നമുക്കറിയാമല്ലോ, ഭയങ്കര പോയിസണസ് ആണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് റെസിഡ്യുവൽ സോൾവെൻറ്റ് ഫ്രീ ആക്കണമെന്നുണ്ട്. ഇത് ആരാക്കുന്നു, ആര് നോക്കുന്നു? അപ്പോൾ അത് തന്നെ ഫുഡ് സപ്ലിമെൻറ്റിലും എല്ലാ ഇതിലും പോകുന്നതും ഹെർബൽ മെഡിസിൻ എന്ന് പറഞ്ഞ് പോകുന്നതിലെല്ലാം ഈ പറയുന്ന സോൾവെൻറ്റ് എക്സ്ട്രാക്ഷനിൽ വരുന്ന അത് ആൽക്കഹോളിൻ്റെ പല വിഭാഗങ്ങളായുള്ള സോൾവെൻറ്റിലാണ് എടുത്തു പോകുന്നത്. ഈ ആൽക്കഹോൾ, എസൻഷ്യൽ ഓയിൽസ് ഒന്നും ഇന്ന് തുടങ്ങിയല്ല. അർക്കം എന്നും പറഞ്ഞ ആയുർവേദത്തിലൊരു കൺസെപ്റ്റ് തന്നെയുണ്ട്. അർക്കത്തിൻ്റെ പുസ്തകം എഴുതിയാരാന്നറിയാവോ? രാവണനാണ് എഴുതിയേക്കുന്നത്. രാവണൻ മണ്ഡോദരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഈ അർക്കം ഉണ്ടാക്കേണ്ടതെന്ന്. അത് എഴുതിയ ആളങ്ങനെ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. അർക്കം എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് വോളട്ടൈലായിട്ടുള്ള സാധനങ്ങളും സെൽഫ് ജനറേറ്റഡ് ആയിട്ടുള്ള ആൽക്കഹോളും ഡിസ്റ്റിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കർപ്പൂരാർക്കം ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനലായിട്ട് വരുന്ന അമീബിക് ഡിസെൻട്രിക്കും മറ്റും ഇത്രയും നല്ലൊരു സാധനമില്ല. കാരണം അത് എന്ത് ചെയ്യുന്ന ഡിസ്പ്ലേ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിന് പറയുന്ന അതിന് ഉപയോഗിക്കുന്ന വെസൽസ് വുഡൻ ബാറ്റ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡിസ്റ്റിൽ ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളുടെ ഡയമെൻഷൻസ് വരെ അതിനകത്ത് പറയുന്നുണ്ട്. എത്ര ഡിഗ്രി ടെമ്പറേച്ചറേ കൊടുക്കാവൂ, ഇതെല്ലാം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ അർക്കം എന്നുള്ള കൺസെപ്റ്റ് ചരിത്രാതീത കാലം തൊട്ടേ ആയുർവേദിക് മെഡിസിനകത്തുള്ളതാണ്. അർക്കത്തിനകത്ത് ആൽക്കഹോൾ പെർസെൻറ്റേജ് ഇല്ല, ഡിസ്റ്റിലേറ്റ് ആണ് മുഴുവൻ ആണെന്നുള്ളത്. അതാണ് വരുന്ന പ്രശ്നം. അതിനകത്തുണ്ടാകുന്ന ആൽക്കഹോൾ ഇപ്പോൾ തന്നെ നമ്മൾ കർപ്പൂരാർക്കം അയമോദകാർക്കം ഉണ്ടാക്കി. അയമോദകത്തിനകത്തുള്ള പല സാധനങ്ങളും ഇതിനെ മിക്സ് ചെയ്തിടും. മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന ആൽക്കഹോളുമായിട്ട് ചേർന്നിട്ട് ഇത് എസ്റ്ററുകളായിട്ട് ഫോം ചെയ്യും. ഇത് ഡിസ്ലോഫ് ചെയ്യുമ്പോൾ എസ്റ്ററും വോളട്ടൈലാണ്, ഇതിന് എസൻഷ്യൽ ഓയിലും വോളട്ടൈൽ. അതിലാണ് പല കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇപ്പോൾ പാരസെറ്റമോൾ സസ്പെൻഷൻ അതൊക്കെ ആൽക്കഹോളിലാണ്. അതുപോലെ മാനിറ്റോൾ മോഡേൺ മെഡിസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോൾ ഇല്ലാത്തൊരു സോൾവെന്റ് ഇല്ല. അപ്പൊ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതായത് ആയുർവേദത്തിൽ മാത്രമല്ല എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളുടെ ഏറ്റവും സേഫായിട്ട് പറയുന്ന ഹോമിയോയിൽ അതിന്റെ സോൾവെന്റ് എന്ന് പറയുന്നത്. അതെ അതെ, പറഞ്ഞ പോലെ പാരസെറ്റമോൾ ആണ് നമ്മൾ പിന്നെയും മോഡേൺ മെഡിസിനിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത. പക്ഷെ അവിടെയും കഴിക്കുന്ന ആൾ ഒന്ന് കോഷ്യസ് ആവും, ഇത് കുറേ കഴിക്കാൻ പാടില്ല. പക്ഷെ ആയുർവേദ മരുന്നുകൾക്ക് സൈഡ് ഇഫക്റ്റ് ഇല്ല, നാച്ചുറൽ ആണ് എന്നുള്ളൊരു ഇതിൽ വാങ്ങിച്ച് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഇത് സാറ് നമ്മൾ കേരള ആയുർവേദ പണ്ട് മോഹൻലാലിനെ സുഹാസിനെയൊക്കെ വെച്ചിട്ട് ഒരു ആഡ് ചെയ്തതിന്റെ റെലവൻസ് ഔഷധം ആഹാരമല്ല എന്നുള്ളത്. എപ്പോഴും വൈദ്യനിർദ്ദേശത്തെ പ്രകാരമേ ഔഷധം കഴിക്കാൻ പാടുള്ളൂ. അതെ. അപ്പോൾ അത് എപ്പോഴും വീണ്ടും അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. നമ്മൾ ആഹാരം പോലെ കഴിക്കേണ്ട ഒന്നല്ല. അതിപ്പോൾ ആയുർവേദം സൈഡ് എഫക്റ്റ് ഇല്ലാത്തതോ അല്ലെങ്കിൽ എല്ലാ മരുന്നുകളിലും ഉള്ള, നേരത്തെ സാർ പറഞ്ഞല്ലോ ആ ടോക്സിസിറ്റിയുടെ എസെൻസ് എല്ലാ മരുന്നുകളിലും ഉണ്ട്. അപ്പോൾ അത് ഡോസേജ് അനുസരിച്ച് കൃത്യമായിട്ട് കഴിക്കണമെന്നാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത്, ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ വഴി നമ്മളിത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇതിനെതിരെ നന്നായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ലിവർ ഡോക്ടർ പോലെയുള്ള കുറേ ആൾക്കാർ ഹേറ്റ് മോങ്കറിങ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി അത് ഒട്ടും വകവയ്ക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയാതെ തന്നെ നല്ല രീതിയിലൊരു ദുഷ്പ്രചാരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ലിവർ ഡോക്ടർ പോലെയുള്ള ആൾക്കാർ കുറേ സ്റ്റഡീസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇയാൾക്ക് ഈ ഹിസ്റ്ററി ഓഫ് ആയുർവേദ മരുന്ന് കഴിച്ചൊരു ഹിസ്റ്ററി ഉണ്ട്, അപ്പോൾ ഇതാവാം നമ്മുടെ ലിവർ അടിച്ചു പോകാനുള്ള കാരണം, അല്ലെങ്കിൽ ആയുർവേദ മരുന്ന് കഴിച്ചത് കൊണ്ട് ഈ ലിവർ ഇങ്ങനെയായി എന്ന് പറയുന്നതിനോട് എന്താണ് പറയാനുള്ളത്? അതിൽ ആദ്യമേ ഇത്തരം പ്രചരണങ്ങൾ, അതിൻ്റെ പുറകിൽ ബിസിനസ് താല്പര്യങ്ങളിൽ നിന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് ഒറ്റ വാക്കിലൊരു മറുപടിയുള്ളൂ. കാരണം ആയുർവേദം മരുന്നുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂറ്റാണ്ടുകളായിട്ട്, ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സേഫ്റ്റി പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്.
ഇപ്പോൾ വരുന്ന സ്റ്റഡീസ് എല്ലാം തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഈ പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രമേ ഒരു ഡ്രഗ് പുറത്തിറക്കാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ ആയുർവേദത്തിൽ, ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ ഇറങ്ങുന്ന എല്ലാ മരുന്നുകളും ആ ഒരു പ്രോട്ടോക്കോൾ പ്രകാരമാണ്. അതാണ് അവർ വാദിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ഒരു ആയുർവേദ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വർഷങ്ങളായിട്ട് ഇവോൾവ് ചെയ്തതാണ്. അപ്പം ഇതിലിപ്പോൾ ആയുർവേദത്തിൽ ഇപ്പോൾ ഒരു പുതിയ മരുന്ന് ഇറങ്ങണമെങ്കിൽ തന്നെ ഈ പറയുന്ന എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ പേറ്റൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് എല്ലാം തന്നെ ഈ ഒരു പ്രോട്ടോക്കോൾ കീപ്പ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. ക്ലാസിക്കൽ അതിൻ്റെ ഒരു സമയം അനുസരിച്ച് അതും ഇപ്പോൾ അതിനകത്ത് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് അതിനെപ്പറ്റി ഒരു വാക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ലീതൽ ഡോസ്, നേരത്തെ ഇവിടെ സാറ് പറഞ്ഞ അതിൻ്റെ ആയുർവേദത്തിൽ പറയുന്നൊരു ഇതാണ്. അപ്പോൾ ഈ ലീതൽ ഡോസ്, അതേപോലെ എഫക്റ്റീവ് ഡോസ് എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. ലീതൽ ഡോസ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഡ്രഗും ഒരു പരിധി കഴിഞ്ഞാൽ അതിന് ടോക്സിക് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അത് ഒരു സാധാരണക്കാരുടെ ഒരു പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല. കാരണം ഇതൊരു റിസർച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് LD50 ലീതൽ ഡോസ് 50, അതായത് ഒരു പരീക്ഷണ സഞ്ചയം എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു 50%-ലധികം, ഇപ്പോൾ എലികളാണ് ഒരു ഉദാഹരണത്തിന്, എലികളിലാണ് പരീക്ഷണം നടത്തുന്നതെന്നുണ്ടെങ്കിൽ 50% എലികളും ചത്തുപോകുന്ന ഒരു ഡോസ് ഉണ്ടാവും. അതിനെയാണ് ഈ ലീതൽ ഡോസ് എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മളുടെ ഈ അതിപ്പോൾ വെള്ളം, സാധാരണ കുടിക്കുന്ന പച്ചവെള്ളം തൊട്ട് അതിന് ഉണ്ട്, അതൊരു എല്ലാത്തിനും ഒരു റേഞ്ച് ഉണ്ടെന്ന് മാത്രം. അതിപ്പോൾ ഹൈഡ്രജൻ സയനൈഡിൻ്റെ ഡോസ് ആയിരിക്കത്തില്ല വെള്ളത്തിൻ്റെ ഡോസ് എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതാണ് അതിനകത്ത് പറയാം. പിന്നെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില പഠനങ്ങൾ, അത് ചില കാര്യങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അതായത് ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അരിഷ്ടം കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആയുർവേദ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലാണ് അത് പറയുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു ശാസ്ത്രീയതയില്ല. കാരണം ഈ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ പോലും അതിന് കൃത്യമായ ഒരു ശാസ്ത്രീയ മാനദണ്ഡങ്ങളും കാര്യങ്ങളുണ്ട്. മുമ്പൊരിക്കൽ ഇത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ ധാരാളം റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ഒരു വാദഗതിയുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഈ ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ച എല്ലാ ആളുകളും ചോറ് കഴിച്ചിരുന്നു, അതുകൊണ്ട് ചോറാണ് അപകട കാരണം എന്ന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ബ്ലണ്ടായിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ കേരളീയ ഒരു ജീവിത രീതി, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു വൈദ്യശാസ്ത്രത്തിൽ ഏതെങ്കിലും ഒരു മരുന്ന് ഏതെങ്കിലും ഒരു കാലത്ത് കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ലിവർ പോകുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ല. അത്തരം വാദഗതികൾ തന്നെ തെറ്റാണ്. അതിനകത്തൊരു ഞാൻ യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിൻ്റെ പല ആർട്ടിക്കിളും വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ട്രഡീഷണൽ ചൈനീസ് മെഡിസിനെയൊക്കെ വളരെയധികം കോംപ്ലിമെൻ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ആയുർവേദത്തിൻ്റെ പോലെ തന്നെ ഇതാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ എനിക്ക് തോന്നുന്നു അത് താല്പര്യങ്ങളാണ് അതിൻ്റെ പിന്നിൽ, മറ്റു ചില താല്പര്യങ്ങളാണ് എന്നാണ്. ബിസിനസ് താല്പര്യങ്ങൾ തന്നെ അതിനകത്ത് പ്രധാനമായിട്ടും. ഇതിനകത്തിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലിവർ ഡോക്ടറുടെ പല സോഷ്യൽ മീഡിയയിൽ വന്ന സംസാരങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പറയണത് ഇങ്ങനെ, ഇത് വന്ന പേഷ്യൻ്റ് ഞാൻ ചോദിച്ചപ്പോൾ ഒരു മാസം ഞാൻ കുറച്ച് ആയുർവേദ മരുന്ന് കഴിച്ചു, അപ്പോൾ ഒരു മാസം കഴിച്ചുകൊണ്ട് എങ്ങനെ ലിവർ അടിച്ചു പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മോഡേൺ മെഡിസിനൊക്കെ നമ്മൾ അത് തന്നെ ഇതിന് കൂടുതൽ ഉപയോഗിച്ചിട്ട് ടോക്സിറ്റി വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രധാന ഘടകമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് ചില സിംഗിൾ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട്, ഇപ്പോൾ ടീനോസ്പോറ കോഡിഫോളിയ അതെടുത്തിട്ട് ചിറ്റമൃത് അത് ലിവറിനെ കൊന്നുകളയും, ലിവറിന് ഏറ്റവും ടോക്സിക്കാണ്. അപ്പം നമ്മളൊരിക്കലും അത് മാത്രമായിട്ട് കൊടുക്കുന്നില്ല, നമ്മളൊരു കോമ്പിനേഷൻ ഓഫ് മെഡിസിനാണ്. അപ്പോൾ അവിടെ തന്നെ അതൊരു സിനർജി, ആ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ്റെ സിനർജിയാണ് ആക്ട് ചെയ്യണത്. അതൊരിക്കലും ലിവർ ടോക്സിക് ആവില്ല. അപ്പോൾ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള സയൻറ്റിഫിക് പേപ്പർ ആവശ്യമാണ്. പക്ഷേ ഇത് ജനറൽ പബ്ലിക്കിന് അറിയാം. പക്ഷെ അവർ ഇങ്ങനെയുള്ള ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ ധാരാളമായിട്ട് വരുമ്പോൾ എല്ലാവരും ഒന്ന് പകയ്ക്കും. അങ്ങനെ പകച്ചിരിക്കുന്നതാണ് ആളുകൾ. ഒരിക്കലും ഒരു ആയുർവേദം ഒരു ഹെർബൽ എന്ന് പറയാൻ പറ്റില്ല. പ്യൂർലി ഹെർബൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ചെടികൾ മാത്രം എടുത്ത് അത് ഹെർബൽ മെഡിസിൻ എന്ന് പറഞ്ഞൊരു ശാഖ തന്നെയുണ്ട്, അത് വേറെ ഉണ്ട്. ഇത് നമ്മൾ ഒരു നാച്ചുറൽ മെഡിസിൻ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ആയുർവേദത്തിൽ എല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അല്ലേ സാർ, എല്ലാ ശാഖകളും. പിന്നെ ഇതിൽ തന്നെ അദ്ദേഹം പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡിയുടെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഒരിക്കൽ ഒരു അരിഷ്ടം കുടിച്ച ഒരാൾ, ലിവർ ഇഞ്ചുറി വന്ന ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്. അതിനകത്ത് 900 ml അരിഷ്ടം ഒരു വ്യക്തി വെള്ളം കുടിച്ചാലും വരില്ലേ? 900 ml അരിഷ്ടം ഒരു 3 മാസത്തോളം ദിവസവും 900 ml വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ലിവർ ഇഞ്ചുറി ഉണ്ടായെന്നാണ് പറയുന്നത്. അതിനൊക്കെ എന്താ പറയുക? അത് മരുന്നല്ലല്ലോ. ആ 900 ml കുടിച്ചാൽ ലിവർ ഇഞ്ചുറി വന്നില്ല, അത് മരുന്നല്ല. അദ്ദേഹത്തിന്റെ എല്ലാ പേപ്പറിലും ഒരു ഷോർട്ട് പീരീഡില്ലേ പറഞ്ഞത്. ആയുർവേദ മരുന്നുകൾ കുറച്ച് ഒരു ക്രിട്ടിക്കൽ ഒരു പേഷ്യൻ്റ് വന്നത് അങ്ങനെ ഒരാഴ്ച കൊണ്ടാണ് അയാൾക്ക് ലിവർ
ഇത്രയും പ്രോബ്ലമാണ്. ഒരാഴ്ച കൊണ്ടൊക്കെ എങ്ങനെയാണ് ലിവർ വരുന്നത്? അപ്പം മുൻപ് ലിവറിന്റെ പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അത് ലോങ് ടൈം ലിവർ അങ്ങനെയുള്ള ഒരാളുടെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ ആയുർവേദ മരുന്ന് കഴിച്ചത് കൊണ്ടാണെന്നുള്ളത്. അതെ. പിന്നെ അതായത് ഈ അസസ്മെന്റിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒന്നാണ് ഹെപ്പാറ്റോടോക്സിറ്റി അസസ് ചെയ്യാൻ. ഇത് പുള്ളി ഒരാഴ്ച കൊണ്ടാണ് അത് അസസ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഈ ആയുർവേദം ഒരു എന്താ പറയുക ഒരു GMB സ്റ്റാൻഡേർഡിലും ഒക്കെ ഉണ്ടാക്കുന്നവരുടെ അടുത്തു നിന്നുള്ള മരുന്നാണ് ഇവർ കഴിച്ചതെന്ന് അറിഞ്ഞുകൂടെ. ഇപ്പോൾ എല്ലാം ജനങ്ങൾക്കൊരു ധാരണയുണ്ട്, ഏതെങ്കിലും ഒരു മരുന്ന് ഇടിച്ചു കഴിച്ചാലും അത് ആയുർവേദമാണെന്നാണ്. എന്നിട്ട് പറയുന്ന പഴി മുഴുവൻ ആയുർവേദക്കാർക്കാണ്. പിന്നെ ഇതിനകത്തിൽ ഈ പറഞ്ഞ പോലെ അരിഷ്ടത്തിൻ്റെ കുറേ ക്വാളിറ്റി എന്ന് പറഞ്ഞ പോലെ ഈ നമ്മളുടെ എടുക്കുന്ന റോ മെറ്റീരിയലും അതിൻ്റെ ക്വാളിറ്റി വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ടീനോസ്പൊറയുടെ കാര്യം സാറ് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആയുർവേദത്തിൽ എടുക്കുന്ന ചിറ്റമൃതാണ് അല്ലേ, അത് ടീനോസ്പോറ കോഡിഫോളിയ എന്ന് പറയുന്ന ആ ഒറ്റ സ്പീഷീസ് എടുക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. ഒരുപാട് വേറെ സ്പീഷീസ് ഉണ്ട്. ഈ അടുത്തിടെ ഈ മലേഷ്യയിൽ നിന്നൊക്കെ അവിടെ ഈ ഗോത്രവർഗ്ഗക്കാരൊക്കെ ഡയബറ്റിക്സിന് ഉപയോഗിക്കുന്ന വേറൊരു അമൃതിൻ്റെ വേറൊരു സ്പീഷീസ് അത് കൊണ്ടുവന്ന് വയനാടൊക്കെ കൃഷി ചെയ്ത് കുറേ വീഡിയോകൾ ഇങ്ങനെ പോപ്പുലറായിട്ട് പോയിരുന്നു. അതിൻ്റെ നീര് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് ഡയബറ്റീസ് കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്യേണ്ടതാണ്. അതിന് ഈ ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാകുന്നതാണ് കൂടുതൽ ഡോസിൽ. അതുകൊണ്ടായിരിക്കും പണ്ട് കാലത്ത് ആചാര്യന്മാർ അത് എടുക്കാത്തത്. അത് പുതുതായിട്ട് പൊട്ടിമുളച്ച് വന്നൊരു ചെടിയൊന്നുമല്ല. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന ആ വലിയ ബണ്ടിലിനകത്തും അത് കയറി വന്നിട്ടുണ്ട്. അത് നമുക്ക് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന പോലെ നോക്കേണ്ടി വരുന്നു. അതെടുത്ത് നമ്മൾ റിജക്ട് ചെയ്യേണ്ട ഒരു വലിയൊരു ആവശ്യമാണ് ക്രിസ്പ എന്ന് പറയുന്നത്, ടീനോസ്പോറ ക്രിസ്പ എന്ന് പറയുന്നത്. അത് ഈ വയനാട്ടിലൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന് അവർ ഈ പറഞ്ഞ പോലെ പിന്നെ ഡയബറ്റീസിന് കഴിച്ചിട്ട് എവിടെയെങ്കിലും മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത് പിടിക്കുമല്ലോ. അപ്പം ആൾക്കാർ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ അതും കയറി വരുന്നുണ്ട്. അപ്പോൾ ആയുർവേദ മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മരുന്നാണോ, ഏത് മരുന്നാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ആചാര്യന്മാർ വളരെ നിഷ്കർഷിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇതേപോലെയുള്ള ക്വാളിറ്റി ചെക്കിങ് ഒന്നും ഇല്ലെങ്കിലും. അപ്പോൾ അത് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതൊരു വലിയൊരു ആവശ്യമാണ്. പിന്നെ ആയുർവേദത്തിൽ ഒരിക്കലും ഒരു സിംഗിളായിട്ട് ഒന്നും പറയാറില്ല അല്ലേ. ഞാൻ പറയാറുണ്ട് ഏറ്റവും ചെറുത് ത്രിഫലയാണ്, 3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിനർജിയും എന്തെങ്കിലും സൈഡ് എഫക്റ്റ് മറ്റേതിനുണ്ടെങ്കിൽ അത് നള്ളിഫൈ ചെയ്യാനും കൂടെയാണ്. ആ ഒരു കോമ്പിനേഷനിലാണ് ഇത് പോകുന്നത്. അല്ലാതെ ഈ ലിവർ ഡോക്ടർ പറയുന്നത് പോലെ ഒരു അമൃത് കഴിച്ചു അല്ലെങ്കിൽ വേറൊരു സിംഗിൾ ഡ്രഗ് കഴിച്ചു ഒരാഴ്ച കൊണ്ട് ലിവർ പോയെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമില്ല. അതെ, അത് മാത്രമല്ല ഈ സ്റ്റഡികളൊക്കെ നോക്കിയാലും ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത അതങ്ങനെ പറയുള്ളൂ. ഇതിന് ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ആർട്ടിക്കിൾസ്, പ്രത്യേകം പ്രോട്ടോകോൾ ഉണ്ട് ഓരോന്നും നോക്കാൻ. അതിന് ഇത്രയും സമയമൊന്നും പോരാ. ഇത് 7 ദിവസം കഴിച്ച് 12 ദിവസം കഴിച്ചു. ഇപ്പം ആർട്ടിക്കിൾ അതിന് തന്നെ ഇപ്പം സബ് ടോക്സിസിറ്റി ഓഫ് ഡിഫറെൻ്റ് അരിസ്റ്റാസ് എന്നുള്ള രീതിയിൽ നമ്മൾ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. ഒരു സാധാരണക്കാരനും ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ അതിന് ഇൻ്റർനാഷണൽ ജേർണലുകളിൽ ഇത്തരം പബ്ലിഷ്ഡ് ആർട്ടിക്കിൾസ് ഉണ്ട്. അതിനകത്ത് സബ് അക്യൂട്ട്, അതായത് ദീർഘകാല ടോക്സിസിറ്റി ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്, അതുപോലെ ഇതിനകത്ത് അനോബോളിക് സ്റ്റീറോയിഡ്സിൻ്റെ പ്രസൻസ് ഇല്ല എന്നൊക്കെയുള്ള ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റീറോയിഡ്സിൻ്റെ കാര്യം പറയുമ്പോഴേ ആൾക്കാരെല്ലാം സ്റ്റീറോയിഡ് എന്ന് പറയും. ഫൈറ്റോസ്റ്റീറോൾസ് ആണ് നമ്മുടെ പ്ലാന്റ്സിലുണ്ട്. സ്റ്റീറോയിഡ് സിന്തറ്റിക് ആണ്, പക്ഷേ പ്ലാന്റ്സിൽ ഫൈറ്റോസ്റ്റീറോൾസ് ഉണ്ട്, സമാന പ്രോപ്പർട്ടി ഉള്ളത്. പക്ഷേ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആയുർവേദ അല്ല, ഇത് മുഴുവൻ സ്റ്റീറോയിഡാണ്. ഈവൻ കുറുന്തോട്ടിയിലും ഉണ്ട് സ്റ്റീറോയിഡ്സ് ഉണ്ട്. കാരണം ഏറ്റവും പൊട്ടൻഷ്യേറ്റഡ് ആയിട്ടുള്ളൊരു ഘടകമാണത്. അതില്ലെങ്കിൽ ഇത് ആക്ട് ചെയ്യില്ല. പക്ഷേ ഇത് പറഞ്ഞില്ലേ, വെറും ആ സാധനം ഇപ്പോൾ കോമ്പൗണ്ട് ഫോർമുലേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹെർബ് വരുമ്പോഴോ ഈ സാധനം മാത്രമല്ല ആക്ട് ചെയ്യുന്നത്. ഇത് ആക്ട് ചെയ്യണമെങ്കിൽ തന്നെ വട്ടം പിടിച്ച് നിർത്തിയ ചിടിയടാന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇതിന് ചുറ്റുമുള്ളവർ മാറിക്കൊടുത്താലല്ലേ ഇവന് ഇടിക്കാൻ പറ്റും. അങ്ങനെ പല സാധനങ്ങളുള്ള ഒരു കളക്റ്റീവ് ആക്ഷനാണ് ഒരു പ്ലാന്റ് കാണിക്കുന്നത്. അപ്പോൾ ജനങ്ങളോട് നമുക്ക് ഇത്രേ പറയാനുള്ള ഒരു പ്രൊപ്പഗാൻഡ വരുമ്പോൾ അത് നമ്മൾ തന്നെ ഒന്ന് അസസ് ചെയ്ത് അതിൻ്റെ ജെന്യൂനിറ്റി എന്താണെന്ന് അറിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ അരിഷ്ടങ്ങൾ ആർക്കൊക്കെ കഴിച്ചുകൂടാ, ഇപ്പം ജനറലി നമ്മളിങ്ങനെ നിഷിദ്ധമായിട്ട് അരിഷ്ടങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ള കാറ്റഗറി ഉണ്ടല്ലോ. അപ്പം അതിനെപ്പറ്റി കൂടുതലൊന്ന് പറയാം. അരിഷ്ടത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രധാനമായിട്ടും പറയുന്നത് ഇത് വെറുമേറ്റിൽ കൊടുക്കാൻ പാടില്ല. കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ആണെങ്കിൽ അവരെ അല്പം കൂടി ബലം കുറഞ്ഞവരെന്നാണ് സങ്കല്പം. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഡോസേജ് പ്രത്യേകം അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ എപ്പോഴും ഇത് പറയുന്നത് ഇതിൻ്റെ ഡോസേജ് പറയുന്നത് ഒരു ഫലമാണ് പറയുന്നത്, 48 ml പറയുന്നത്. പക്ഷേ അതിന് തന്നെ വേറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിന് രോഗത്തിൻ്റെ അനുസരിച്ച് 2 ഫലം കൊടുക്കാവുന്നവർ 4 ഫലം കൊടുക്കാവുന്നതൊക്കെ പല ഗ്രന്ഥങ്ങളിലും പല അഭിപ്രായം. ഇത് കൊടുക്കുന്നത് എപ്പോഴും ഇതിന് വൈദ്യനിർദ്ദേശം വേണമെന്ന് പറഞ്ഞല്ലോ, എപ്പോഴും ഡയറ്റിന് ശേഷം കൊടുക്കുന്നതായിരിക്കും ഇത് നല്ലത്. അപ്പോൾ ഇറിറ്റേഷൻ, പക്ഷേ അതിന്
കൂടി എഫിക്കസി കിട്ടാൻ വെറുമേറാണെങ്കിൽ പോലും ചിലർക്ക് ഇത് ഗാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് രാവിലത്തെ ആഹാരത്തിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. പ്രായോഗികമായി ഇപ്പോൾ കൊടുക്കുന്ന രാവിലത്തെ ആഹാരത്തിന് ശേഷവും രാത്രിയിലെ ആഹാരത്തിന് ശേഷവുമാണ് ഇത് പ്രധാനമായിട്ടും കൊടുക്കുക. പിന്നെ ഗർഭിണികളാണ്. അതൊക്കെ ഗർഭിണികളുടെയും കുട്ടികളുടെയും മാത്രം നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ ആസ് പെർ മെഡിക്കൽ സൂപ്പർവിഷനിൽ മാത്രമേ ഇത് കൊടുക്കാൻ വളരെ അപൂർവമായിട്ട് മാത്രമേ, കാരണം പലപ്പോഴും അനീമിയ ഉള്ള കണ്ടീഷൻസിലൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഗർഭിണികൾ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് ഗർഭാശയ സങ്കോചം ഉണ്ടാക്കുന്ന ചില, അതായത് ഈ ഏത് ഒരു എല്ലാ ഡ്രഗുകൾക്കുള്ളതാണ്, ആൽക്കഹോൾ അടങ്ങിയ എല്ലാ ഡ്രഗുകൾക്കുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മറ്റേ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ഒരു മറ്റേ ഗർഭാശയ സങ്കോചം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം ആളുകൾക്ക് നമ്മൾ പരമാവധി അത് കൊടുക്കാതിരിക്കുന്നത്. അപൂർവം കണ്ടീഷൻസിൽ വൈദ്യനിർദ്ദേശപ്രകാരം കൊടുക്കാറുമുണ്ട്. എന്നാൽ മറ്റേ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് അത് ഒരു പ്രധാനമാണ്. കാരണം അവർക്ക് അതാണ് പലപ്പോഴും മറ്റൊരു കോൺട്രവേഴ്സി ഉള്ളത്. അല്ല, പ്രസവാനന്തര ചികിത്സയായിട്ട് കേരളത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന അരിഷ്ടാസവങ്ങളാണ് ഉപയോഗിക്കുന്നത്. വളരെ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു തടിപ്പിക്കുന്നത് കൊണ്ടൊന്നുമല്ല. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞാൽ ഒരു പ്രസവിച്ചൊരു സ്ത്രീക്ക് സ്വാഭാവികമായിട്ടും ഗർഭാശയത്തിൽ അല്ലേ മേഡം, അപ്പോൾ കുറേ കാര്യങ്ങൾ കെട്ടിക്കിടക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഗർഭാശയ സങ്കോചം എന്നുള്ളൊരു പ്രോപ്പർട്ടി ചെയ്ത് അപ്പോൾ അത് ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതും വളരെ ഒരു ചുരുങ്ങിയ കാലത്തേക്കാണ് കൊടുക്കുന്നത്. അതോടെ രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ആ ഗർഭാശയത്തെ പൂർവാവസ്ഥയിലെത്തിക്കുക. രണ്ടാമത് ഇവർക്ക് എപ്പോഴും വരുന്ന അനീമിയ ആയിരിക്കും, രക്തശോഷമായിരിക്കും, രക്തത്തെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള രാജാരിഷ്ടം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അവിടെ കൊടുക്കാൻ തന്നെ പറയുന്നത്. പിന്നെ ഗ്യാസ് ഫോർമേഷൻ, പിന്നെ ജീരകാരിഷ്ടം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അവിടെ കൊടുക്കാൻ പറയുന്നത് തന്നെ. ഇതെല്ലാം അന്ന് എഴുതി വെച്ചിരിക്കുന്നത് തന്നെ സ്ട്രിക്റ്റ്ലി വൈദ്യ സൂപ്പർവിഷനിൽ തന്നെ എഴുതി വെച്ചിരിക്കും. അത് ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. പ്രായോഗികമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഡോക്ടർമാർ പലരും ഇപ്പോൾ ഏജ് കൂടുതലുള്ളവർക്ക് ഡൈജഷൻ ചെറിയ, എന്നാലും അരിഷ്ടം എസെൻഷ്യലായിട്ട് തോന്നുകയാണെങ്കിൽ കൊടുക്കേണ്ടതാണെങ്കിൽ അവർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം. അരിഷ്ടത്തിൽ 25 ml എടുത്തിട്ട് ഒരു 10 ml വെള്ളം ചേർത്ത് കഴിക്കാൻ പറയാം. അത് ആഫ്റ്റർ ഫുഡ് അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണം അതിന് കിട്ടുകയും ചെയ്യും. പക്ഷേ ആ ഏജിൻ്റെ പ്രോബ്ലം അതിനെ ബാധിക്കുകയില്ല. ഡയബറ്റീസ് ഉള്ളവർക്ക് കൊടുക്കാമെങ്കിലും അത് നമ്മൾ ഡോസ് അനുസരിച്ച് വേണം കൊടുക്കാൻ എന്ന് മാത്രം. ഈ പ്രസവിച്ച് കഴിഞ്ഞവർക്കുള്ള കോമൺ പ്രശ്നമായിരുന്നു. അതായത് നമ്മുടെ ആയുർവേദ ഡോക്ടർമാർ പറയുമ്പോഴും ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആയുർവേദ മരുന്ന് കഴിക്കരുത്, എസ്പെഷ്യലി അരിഷ്ടങ്ങൾ എന്നുള്ളത്. അതിന്റെ മഹത്വം അറിയണമെങ്കിൽ ദശമൂല ജീരകാരിഷ്ടത്തിന്റെയും ഒക്കെ ആ കോമ്പിനേഷനും അതിന്റെ സ്റ്റഡി റിപ്പോർട്ടൊക്കെ പുറത്തുള്ളവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നോക്കണം. ഈ നാട്ടു ചികിത്സയുടെ ഒക്കെ ഭാഗമായിട്ട് പണ്ട് കാലങ്ങളിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ ബ്രാൻഡി കൊടുക്കും. ബ്രാൻഡിയിൽ പേറ്റ് മരുന്നെന്നും പറഞ്ഞൊരു സാധനം കലക്കി കൊടുക്കും. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ യൂട്രസ് ചുരുങ്ങാനും അതിൻ്റെയൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ദശമൂല ജീരകമാണ് സാധാരണ നിലയ്ക്ക് പ്രസവം കഴിഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദശമൂല ജീരകത്തിൽ ജീരകമുണ്ട്, എല്ലാ ഔഷധങ്ങളും ഉണ്ട്. ഒരു ഡൈജഷൻ റിക്കപ്പ് ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്ന മെഡിസിൻസാണത്. ഈ 1.5 മാസം സൂതികാകാലം എന്നാണ് പറയുന്നത്. അത് എല്ലായിടത്തും, അതായത് നമ്മുടെ മോഡേൺ മെഡിസിനിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. 1.5 മാസം, ആദ്യത്തെ 1.5 മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗർഭാശയം പൂർവ്വസ്ഥിതിയിലേക്ക് ആവുക, അതുപോലെ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മരുന്നുകൾ കൊടുക്കുന്നത്. അതൊരു തരത്തിലുള്ളൊരു ഹാം ഉണ്ടാക്കുന്നില്ല. ജനറലി ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ പഥ്യം ഫോളോ ചെയ്യുന്നതാണ് എല്ലാവർക്കും ഭയങ്കര പാട്. പഥ്യം എടുക്കണമല്ലോ. അപ്പോൾ ഈ അരിഷ്ടം കഴിക്കുമ്പോൾ എന്തൊക്കെ പഥ്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? പഥ്യക്രമങ്ങൾ പറയുന്നത് ഏത് ഡ്രഗിൻ്റെ ആയാലും അതിൻ്റെ ശരിയായ രീതിയിലുള്ള ശരീരത്തിലുള്ള ആഗിരണവും അതിൻ്റെ ഫംഗ്ഷനും ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അരിഷ്ടാസനങ്ങളിൽ പറയുന്ന അരിഷ്ടം കഴിക്കുമ്പോൾ എപ്പോഴും വെറുമേറ്റിൽ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം അതിനകത്ത് ആൽക്കഹോൾ ഉള്ളതുകൊണ്ട് ഒരല്പം ഗാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഇറിറ്റേഷൻ തോന്നാം. പക്ഷേ അതിൻ്റെ അങ്ങനെയുള്ള ചില അരിഷ്ടങ്ങൾ വെറുമേറ്റിൽ തന്നെ കൊടുക്കേണ്ടതുണ്ട്. അവിടെ അത് വൈദ്യനിർദ്ദേശപ്രകാരം കൊടുക്കുക തന്നെയാണ് വേണ്ടത്. പഥ്യക്രമങ്ങളിൽ പ്രധാനമായിട്ട് ഇപ്പോൾ അരിഷ്ടത്തിൻ്റെ മാത്രമല്ല, പഥ്യക്രമങ്ങൾ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ആ മരുന്നിനെ ഒരു ശരീരത്തെ അബ്സോർവ് ചെയ്യണമെങ്കിൽ പല സാധനങ്ങളും എക്സസ്സായിട്ട് ശരീരത്തേക്ക് ചെല്ലാൻ പാടില്ല. അങ്ങനെയുള്ള ആഹാരക്രിയകൾ ഒഴിവാക്കിക്കൊണ്ടാണ് പഥ്യക്രമങ്ങൾ പറയുന്നത്. ഇവിടെ ഡയബറ്റീസിനുള്ളൊരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ വേണം അയാൾ കഴിക്കണം. ഇങ്ങനെ ഷുഗർ ഫ്രീ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കൺട്രോൾഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ വേണം കഴിക്കാൻ. പിന്നെ ചില ഡ്രഗുകൾ അതുപോലെ തന്നെ ആക്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട സാലിയൻ്റ് ഫീച്ചേഴ്സ് എന്ന് പറയും, അതിന് വേണ്ട ഘടകങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് ആക്ട് ചെയ്യാൻ പറ്റൂ. ശരിക്കും മറ്റുള്ള ഔഷധങ്ങൾ ഡോസേജ് ഫോംസിന് പറയുന്ന അത്രയും പഥ്യങ്ങൾ ആയുർവേദത്തിൽ അരിഷ്ടത്തിന് പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ കഷായത്തിന് പഥ്യങ്ങൾ ധാരാളം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഘൃതങ്ങൾക്കൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ അരിഷ്ടത്തിന് അധികം പഥ്യങ്ങൾ പറയുന്നില്ല. അതിന് ആൽക്കഹോൾ ബേസ് ആയതുകൊണ്ട്
അത് പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് പോകും, ഡൈജഷൻ പെട്ടെന്ന് ഉണ്ടാവും. പിന്നെ ആഫ്റ്റർ ഫുഡ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് കൃത്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതൊരു രോഗാവസ്ഥയും പഥ്യത്തോടുകൂടി തന്നെ മാറുമെന്ന് തന്നെയാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. കാരണം പഥ്യത്തിന് ഒരു 50% അത് തന്നെ രോഗത്തിനാണ് പഥ്യം, രോഗിക്കാണ് പഥ്യം. പതിഷുഹിതം പഥ്യം എന്നാണ്. ഈ മരുന്നിൻ്റെ മാർഗത്തിനുള്ള ശരിയായ രീതിയിൽ അബ്സോർവ് ചെയ്യാൻ ഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്, അതാണ് പഥ്യം. അല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ ഇത് അബ്സോർവ് ചെയ്തില്ല, വേണ്ട രീതിയിൽ ഇത് അബ്സോർവ് ചെയ്ത് പോകില്ല. അതെ, തീക്ഷ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം. ഇപ്പോൾ അച്ചാറ് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. നമുക്ക് അത് നിർബന്ധമായിട്ട് ഒഴിവാക്കണം. അതിപ്പോൾ അച്ചാർ ഇതിന് മാത്രമല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം രാത്രി പലപ്പോഴും ഈ തൈര് കഴിക്കുന്നത് അല്ലെങ്കിൽ ബ്രെഡ് പോലുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ദഹനത്തെ സങ്കീർണമായി ബാധിക്കുന്ന ഒരു ഇതാണ്. അപ്പം നമ്മൾ അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ പഥ്യത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രധാനം. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അരിഷ്ടത്തിൻ്റെ ഈ ക്വാളിറ്റി കൺട്രോളിനെ പറ്റിയിട്ട് കൂടുതൽ ഒന്ന് പറഞ്ഞ്, അതായത് എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ നമ്മൾ ചെയ്യുന്നതെന്ന് ഒരു അഷുറൻസ് കൊടുക്കാൻ വേണ്ടി ഡോക്ടർ സരള പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ കഴിവിനപ്പുറം ഇവിടെ സൂക്ഷ്മജീവികളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ, കളിപ്പിക്കാൻ പറ്റും. സൂക്ഷ്മജീവികളെ അത്രയും കളിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ കളിപ്പിക്കുമ്പോഴാണ് നമുക്ക് എക്സ്റ്റേണലായിട്ട് ഈസ്റ്റും പിന്നെ പ്രിസർവേറ്റീവും ഒക്കെ ആഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വേണ്ടിയത് അതിന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കാനായിട്ട് നമ്മൾ നോക്കണം. അതിന് ഫസ്റ്റ് തുടങ്ങുന്നത് റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കൺട്രോളാണ്. റോ മെറ്റീരിയൽ നല്ലതായിരിക്കണം. ഞങ്ങൾക്ക് തന്നെ ഒരു അനുഭവം വന്നിട്ടുണ്ട്. ഒരു കുറേ വർഷത്തിന് മുമ്പ് അരിഷ്ടം കെട്ടി വെച്ചിട്ട് 30 ദിവസം കഴിഞ്ഞപ്പോഴും ആൽക്കഹോൾ ഒന്നിന്ന് കയറിയിട്ടില്ല. ഇതെന്താണെന്ന് മനസ്സിലാക്കി അവസാനം എല്ലാം പ്രോബ് ചെയ്ത് വന്നപ്പോഴാണ് ഈ കിട്ടിയ ശർക്കര അവസാനമാണ് നമ്മൾ നോക്കിയത്. അതിനകത്തിൽ ഹൈഡ്രോസ് ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഹൈഡ്രോസ് എന്ന് പറയുന്നത് ഒരു ബ്ലീച്ചിങ് ഏജൻറ്റ്, ഒരു പ്രിസർവേറ്റീവായിട്ട് ചേർക്കുന്നതാണ്. പക്ഷേ അത് ഈ ബ്ലീച്ചിങ് ഏജൻറ്റും പ്രിസർവേറ്റീവായിട്ടുള്ളത് ഈസ്റ്റിൻ്റെ ഗ്രോത്തിനെ അങ്ങ് ഹിൻഡർ ചെയ്യും. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം. അപ്പോൾ എല്ലാ റോ മെറ്റീരിയലും ക്വാളിറ്റി ചെക്ക് ചെയ്ത് കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് വേണം ഇതിനകത്തിൽ ഉപയോഗിക്കാൻ. അത് ഫസ്റ്റ് തിങ്. അതായത് ഈ ഈസ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ശർക്കരയൊന്നും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ വിഘടിച്ച് അതിനെ ഒരു ഗ്ലൂക്കോസ് സിമ്പിൾ ഷുഗറായിട്ട് മാറ്റിയെങ്കിൽ മാത്രമേ അതിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് കുറേ എൻസൈംസ് ഒക്കെ ആവശ്യമാണ്. ഈ താതിരിപ്പൂ പോലൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഇടുമ്പോൾ അതിനകത്ത് ഈസ്റ്റും ഉണ്ട്, ഇൻവെർട്ടൈസ് പോലെ എൻസൈംസും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ താതിരിപ്പൂവിൻ്റെ ക്വാളിറ്റി ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ ഇതെല്ലാം ശർക്കരയിൽ ലയിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റി പാരാമീറ്റേഴ്സ്, അത് AFIലും APIലും ഒന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ സ്പെസിഫിക്കായിട്ട്, അതായത് ഒരു ഐഡിയൽ കണ്ടീഷനിലൊന്നും അല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ റോ മെറ്റീരിയലും ഒക്കെ അങ്ങ് കാശ്മീർ തുടങ്ങി വരുന്നതാണ്. അപ്പോൾ അതൊക്കെ പലതരത്തിലുള്ള സ്പോയിലേജൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് ഇതെല്ലാം അരിഷ്ടത്തിൽ ഇതെല്ലാം ലയിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റീസ്, ബ്രിക്സ്, സോളിഡ് കണ്ടൻറ്റ്, ഷുഗർ പെർസെൻറ്റേജ്, അതുപോലെ pH ഒരു പ്രധാന ഘടകമാണ്. pH എന്ന് പറയുന്നത് 3.5 to 5.5 ആണ് മാക്സിമം. അതിനപ്പുറവും ഇപ്പുറവും വന്നു കഴിഞ്ഞാൽ ഈ ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ ഒരു ആസിഡ് ഫെർമെൻറ്റേഷനായിട്ട് മാറും. എന്ന് വെച്ച് നമ്മുടെ ഒരു ഹെറ്ററോ ഫെർമെൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഈസ്റ്റിനെ മാത്രം ആസ്പദമാക്കിയല്ല നമ്മളുടെ ഫെർമെൻറ്റേഷൻ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ ന്യൂമോകോക്കസ് എന്നൊക്കെ പറഞ്ഞ ബാക്ടീരിയം അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ pHൽ വർക്ക് ചെയ്യുന്നതാണ്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആൽക്കഹോൾ എന്ന് പറയുന്ന അസിറ്റിക് ആസിഡായിട്ട് മാറും. അതാണ് ഈ പുളിക്കുന്നത്. പക്ഷേ ഈ ഐഡിയൽ സിറ്റുവേഷനിൽ കൂടെ പോവുകയാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷുഗർ ആഡ് ചെയ്യുക. എല്ലാ ശർക്കരയ്ക്കും ഒരേ ഷുഗർ പെർസെൻറ്റേജ് ആയിരിക്കില്ല. ശർക്കരയുടെ ഷുഗർ പെർസെൻറ്റേജ് പഞ്ചസാര പോലെയല്ല. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യണമെന്നെങ്കിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ സീൽ ചെയ്യുകയാണ്. സീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അനറോബിക് ഫെർമെൻറ്റേഷൻ തന്നെ കൊടുക്കണം. അനറോബിക് ഫെർമെൻറ്റേഷൻ്റെ ഫലമായിട്ടേ ആൽക്കഹോൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈസ്റ്റ് റെസ്പയർ ചെയ്ത് കാർബൺ ഡൈഓക്സൈഡും വാട്ടറുമായിട്ട് മാറിപ്പോവും. അപ്പോൾ ഈ ആൽക്കഹോൾ ഉണ്ടാകുമ്പോഴാണ് ഈ എസ്റ്റേഴ്സും എസ്ട്രിഫിക്കേഷനും ഒക്കെ നടന്ന ആ ഒരു പ്രത്യേക ഫ്ലേവറും കളറും ഇതെല്ലാം അതിന് വരുള്ളൂ. അങ്ങനെ 30 ദിവസം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 10 ദിവസം കൊണ്ട് ആൽക്കഹോളാകും. പിന്നെ ഉള്ളത് ബാക്കി നമ്മൾ പ്രക്ഷേപണ ചൂർണ്ണമായിട്ടിടുന്നതും ഈ അരിഷ്ട കഷായത്തിൽ ലയിക്കാതെ കിടക്കുന്നതിനെയൊക്കെ ലയിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 30 ദിവസം അത് കിടന്നു കഴിഞ്ഞിട്ട് എടുത്ത് സാമ്പിൾ ഡ്രോ ചെയ്ത് പിന്നെയും ഈ വക പാരാമീറ്റേഴ്സൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ആൽക്കഹോളും ഡിസ്റ്റിൽ ചെയ്ത് നോക്കും. 25 ml അരിഷ്ടം എടുത്തിട്ട് അതിൻ്റെ കൂടെ വെള്ളം കൂടെ ചേർത്ത് ഡിസ്റ്റിൽ ചെയ്യും. ഡിസ്റ്റിൽ ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജ് ആൽക്കഹോൾ ഉണ്ടെന്ന് നോക്കും.
ഒരു 15% വരെയും 12% ഒന്നേ ഒരു അരിഷ്ടത്തിനും, അതായത് എല്ലാത്തിനും ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്. ആചാര്യന്മാർ വിചാരിച്ചിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോൾ ഉണ്ടാകാനല്ല, ആൽക്കഹോൾ സോലബിലിറ്റി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ആൽക്കഹോളിന് അതിന് വേണ്ടിയിട്ട് അന്ന് അവർ ചെയ്തത് ശർക്കരയുടെ ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു. എല്ലാത്തിലും എല്ലാ അരിഷ്ടങ്ങളും നോക്കിയാൽ ഒരു 40-45% ശർക്കര വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ശർക്കര തന്നെ കൂടുതൽ ശർക്കര ആയിക്കഴിഞ്ഞാൽ, ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഇതിന് ഗ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ലിമിറ്റിംഗ് ഫാക്ടറാകും. അപ്പോൾ അത് ആ ഒരു കണ്ടീഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് 30 ദിവസം കഴിയുമ്പോൾ ഇതെടുത്തിട്ട് ഇതെല്ലാം നോക്കുക. അതോടൊപ്പം തന്നെ ആൽക്കഹോളും നോക്കുക. ആൽക്കഹോൾ പലതിനും പല റേഞ്ചിലായിരിക്കും. നമ്മൾ ഓരോന്നിനും ഓരോ റേഞ്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ തവണയും ദശമൂലാരിഷ്ടത്തിന് 5 കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. 4 തുടങ്ങി 6 വരെ അങ്ങനെ ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിലാണ് നമ്മളെല്ലാം ഫിക്സ് ചെയ്ത് വിടുന്നത്. പിന്നെ അതിനുപരിയായി ഞങ്ങൾ ചെയ്യുന്നത് അതിനകത്തുള്ള ഈസ്റ്റും നോക്കും. ആ ഈസ്റ്റ് എങ്ങനെയാണ്, ബഡിങ് ആണോ, അതായത് ഈ മാർക്കറ്റിലേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഐഡിയൽ കണ്ടീഷനുമല്ലോ, പലയിടത്തും സൺലൈറ്റിന് എക്സ്പോസ്ഡ് ആയിട്ടായിരിക്കും ഷെൽഫൊക്കെ. അപ്പോൾ അത് പിന്നെയും റീഫർമെൻറ്റ് ചെയ്യാനായിട്ടുള്ള വഴിയുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഈസ്റ്റ് ഉണ്ടോ, ഈസ്റ്റ് എങ്ങനെയാണ്, അത് ബഡിങ് ആണോ നോൺ ബഡിങ് ആണോ, അങ്ങനെ ഒരു വലിയ സ്റ്റഡി ഇതിൻ്റെ പുറകിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ ഇതെല്ലാം ഈ പാരാമീറ്റേഴ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് അങ്ങനെയാണ്. ഈ 30 ദിവസം എന്നുള്ള കണക്കിന് എന്തെങ്കിലും ഒരു ഇൻ്റർപ്രിട്ടേഷൻ? 30 ദിവസത്തിനെന്നുള്ളത് ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഇതിനകത്തുള്ള ഷുഗർ, കാരണം നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഇതെല്ലാം പോളിസാക്കറൈഡ്സ് ആയിരിക്കും. ഈ പോളിസാക്കറൈഡ്സ് ഹൈഡ്രോലൈസ് ചെയ്ത് ഇത് മോണോസാക്കറൈഡ്സ് ആയിട്ട് മാറണം. ഒന്നിൽ അത് ഫ്രക്ടോസ് ആയിട്ട് മാറണം, അല്ലെങ്കിൽ അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഈ 2ാമത്തെ ആഴ്ചയിലാണ് ഈ ഫെർമെൻറ്റേഷൻ തുടങ്ങുന്നത്. ആ സമയത്താണ് ഇതിനകത്ത് ഹിസിങ്സ് ഉണ്ട്. നമ്മളിങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്ന പോലെ മുമ്പേ ഇത് പറഞ്ഞില്ലേ, ഇത് ആ എഫർവസൻസ് കണ്ടപ്പോൾ ഇത് തിളയ്ക്കുന്ന പ്രോസസ്സാണെന്ന്. അപ്പോൾ ആ സമയത്ത് ആണ് ഇതിനകത്ത് ഈ ഫെർമെൻറ്റേഷൻ നടക്കുന്ന സമയത്താണ് ഇതിനകത്ത് ലയിക്കാനുള്ള സാധനങ്ങൾ, ആൽക്കഹോളിൽ ലയിക്കേണ്ട സാധനങ്ങൾ അതിനകത്ത് ലയിക്കണം, അതിന് വെള്ളത്തിൽ ലയിക്കാനുള്ള സാധനങ്ങൾ വെള്ളത്തിൽ ലയിക്കണം. അപ്പം മാത്രമല്ല ഈ എഫർവസൻസിന് വേറൊരു ഗുണമുണ്ട്. ഇത് ഇതിനകത്ത് കൺവെക്ഷൻ കറണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന പൊടി ഇങ്ങനെ കലങ്ങി മറിയാൻ, കാരണം സോലുബിലിറ്റി എപ്പോഴും നമ്മളത് ഇളക്കി ഫ്രഷ് സോൾവെൻ്റ് ആൻഡ് ഫ്രഷ് സൊല്യൂട്ട് വന്നെങ്കിൽ മാത്രമേ അവിടെ ഡിസോൾവ് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ അവിടെ അടുത്ത് അതുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്ന സാധനം സൂപ്പർ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ലയിക്കില്ല. ഈ എഫർവസൻസ് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇളക്കുന്ന പോലുള്ള പ്രോസസ്സ് അതിനകത്ത് കിടക്കും. അപ്പോൾ ഫ്രഷ് സോൾവെൻ്റ് ആൻഡ് ഫ്രഷ് സൊല്യൂട്ട് കോൺടാക്ട് വരും, അത് ഡിസോൾവ് ചെയ്യും. ഇത് ഒരാഴ്ച കൊണ്ട് കഴിയും. പിന്നത്തെ ഒരാഴ്ച ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സാധനങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്യാൻ. സെറ്റിൽ ചെയ്ത ശേഷമാണ് അവസാനത്തെ ആഴ്ച ഉണ്ടാകുന്ന ആൽക്കഹോൾ എപ്പോഴും അല്പം കൂടുതലായിരിക്കും. ആ ആൽക്കഹോൾ ഇതിനകത്തുള്ള എസൻഷ്യൽ ഓയിൽസുമായിട്ട് പ്രവർത്തിച്ചിട്ട് എസ്റ്ററുകൾ ഫോം ചെയ്യും. ബാക്കി റെസിഡുവൽ ആൽക്കഹോളാണ് നമ്മൾക്ക് കിട്ടുക. ആ ലാസ്റ്റ് വീക്കിലായിരിക്കും ഇതിൻ്റെ സെറ്റിലിംഗ് മുഴുവൻ നടക്കും. പലരും ആക്ടിവേറ്റേഴ്സ് ഉപയോഗിച്ച് ഇതിനകത്ത് സ്പീഡപ്പ് ചെയ്ത് ചെയ്യാൻ പലരും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഈ ഉദ്ദേശിച്ച സോലുബിലിറ്റി അതിനകത്ത് കിട്ടത്തില്ല. മാത്രമല്ല അതിന് വളരെ പ്രധാനമായിട്ട് പറയുന്നത് ഇതൊരു ബയോളജിക്കലി മീഡിയേറ്റഡ് പ്രോസസ്സാണ്. ഇതിനകത്ത് നമ്മൾ ഇൻ്റർഫിയർ ചെയ്യാൻ ശ്രമിച്ചാൽ ഇതിൻ്റെ ആ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടികളൊന്നും തന്നെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് നല്ല നല്ല കമ്പനികളൊക്കെ ആ പ്രോസസ്സ് അതേപോലെ തന്നെ അഡോപ്റ്റ് ചെയ്ത് സെഡിമെന്റ്സ് സെറ്റിൽ ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന അരിഷ്ടത്തിനായിരിക്കും ക്ലാരിറ്റി മാത്രം ഫിൽറ്റർ ചെയ്താൽ അത്രയും കിട്ടില്ല. ഏജിങ് എന്ന് പറയും. ഏജിങ് എന്ന് പറയുന്നത് തന്നെയാണ്. അതിപ്പോൾ വൈനൊക്കെ അങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ പഴക്കമുള്ളതും നല്ലതാണ്. അപ്പോൾ ഏജിങ്ങിലാണ് ഇതെല്ലാം കൂടെ ഉള്ള ഇൻട്രാക്ഷൻ വരുന്നത്. അതായത് അരിഷ്ടം നമ്മൾ 30 ദിവസമായി എടുക്കുന്നതിന് അതിന് ഭയങ്കര ആസ്ട്രിഞ്ചൻസി ആയിരിക്കും, പ്രത്യേകിച്ച് ഈ അശോകാരിഷ്ടം പോലുള്ളതിന്. പക്ഷെ അത് കുറച്ച് നാൾ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് എസ്ട്രിഫിക്കേഷനും ഒക്കെ നടന്നു കഴിയുമ്പോൾ കുറേ ഓർഗാനിക് ആസിഡും എസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുറച്ചും കൂടെ പാലറ്റബിൾ ആകും. അതായത് അതിനൊരു ഇത് പറയുന്നുണ്ട്, ഓരോന്നിൻ്റെ എക്സ്പയറി പീരീഡ് പറയുമ്പോൾ പറയും ഓരോന്നിന് ഇത്ര മാസം 4 മാസം. അരിഷ്ടാസം പുരാണസ്യാത് ഗുണയുക്ത ആസവോധാതവോ രസ. ഭസ്മങ്ങളെ, അരിഷ്ടങ്ങളെ, ആസവങ്ങളെ ഇത് എത്ര കണ്ട് പഴകുന്നുവോ അത്ര കണ്ട് നന്നായി. കാരണം അവിടെ ആ ഫ്രക്ടോസ് ഗ്ലൂക്കോസ് റേഷ്യോ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കറക്റ്റ് നമുക്കറിയാൻ പറ്റും കേട്ടോ. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഉടനെ അതിൻ്റെ ഗ്ലൂക്കോസ് മുഴുവൻ യൂട്ടിലൈസ് ചെയ്ത് 0യിലേക്ക് വരും, ഫ്രക്ടോസ് കൂടി നിൽക്കും. സിമ്പിൾ ഷുഗർ ഡൈസാക്കറൈഡ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മോണോസാക്കറൈഡായിട്ട് അത് ഈസ്റ്റ് ഉപയോഗിച്ച് ചെയ്ത് പോയിട്ടുണ്ടാകും. അതാണ് ഒരു ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മളെക്കാൾ എത്ര ബുദ്ധിയായിരുന്നു ചെയ്തിരിക്കുന്നവർക്ക് അറിയാമോ? അതാ ഞാൻ പറഞ്ഞാൽ അതിനെ കളിപ്പിക്കാൻ പറ്റില്ല. ആ ദിവസങ്ങൾ വളരെയധികം പ്രധാനമാണ്. ശരിക്കും നമ്മൾ ഈ അരിഷ്ടം ജനങ്ങളുടെ ഇടയിൽ ഇതിനെ കൂടുതൽ പ്രചരിപ്പിക്കേണ്ട ഒരു ആവശ്യമാണ്. കാരണം പെട്ടെന്ന് ആക്ഷൻ കിട്ടുന്ന സാധനമാണ്. അത് തന്നെ ഒരു പ്രിസർവേറ്റീവിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അതിനകത്ത് ഒരു പ്രിസർവേറ്റീവിന്റെ ആവശ്യമില്ല. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സിൽ കൂടെയാണ് കടന്നു വന്നത്. പ്രത്യേകിച്ച് കേരള ആയുർവേദ പോലൊരു കമ്പനി ആ പ്രോസസ്സ് ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ അത്ര എഫേർട്ട് എടുക്കും. പ്രോസസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന വെസൽ പോലും പലയിടത്തും പ്ലാസ്റ്റിക്കും മറ്റുള്ളത്. ഇത് ഒന്നിലും മൺകുടത്തിൽ അല്ലെങ്കിൽ വുഡൻ വെസൽ, ഇതിന് മാത്രമേ ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിക്കുകയാണെങ്കിൽ വുഡൻ വെസലുള്ള കമ്പനികൾ പോലും കുറവാണ്. കാരണം ചെയ്യാൻ അറിയാവുന്നവർ പോലും കുഴപ്പമാണ്. വളരെ കൃത്യമായിട്ട് ചെയ്തിൽ ഇതിനകത്തൂടെ ലീക്ക് വരും. കേരള ഫാർമസിയിലൊക്കെ വെസൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോഴും അഖിലിന്റെ
അതിന് ഈ അടുത്തിടെ ഒരു രസം ഉണ്ടായി. നമ്മൾ മിക്കവാറും അഭയാരിഷ്ടം വലിയ ബാച്ച് വാറ്റിൽ തന്നെയാണ് കിട്ടുന്നത്. ഇത്തവണ വാറ്റ് ഒഴിയാത്തത് കാരണം സ്റ്റീലിൻ്റെ ബസ്സിൽ കിട്ടി. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. അരിഷ്ടത്തിന് ആൽക്കഹോളും ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും ഓക്കെയാണ്. പക്ഷേ എന്തോ ഒരു വൃത്തികെട്ട അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, അത് സെൻട്രിഫ്യൂഗ് ചെയ്തിട്ട് വാറ്റിലേക്ക് അടിക്കാൻ പറഞ്ഞു. വാറ്റിൽ 15 ദിവസം കഴിഞ്ഞപ്പോൾ പണ്ടത്തെ അത്രയും ഇല്ലെങ്കിലും ആ ഒരു വ്യത്യാസം. ഉദ്ദേശിക്കുന്ന സ്റ്റീൽ ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഗ്യാസസ് ഉണ്ട്. ഈ തടിക്ക് ഒരു പ്രത്യേകത അബ്സോർഷൻ അല്ല അഡ്സോർഷൻ എന്നും പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്യാസസിനെ മുഴുവൻ ഇതങ്ങ് അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ആ ക്ലാരിറ്റി. ഈ ബിയറിൻ്റെയും എനിക്കറിയത്തില്ല, ഞാൻ കുടിക്കത്തില്ലെങ്കിലും ഏജിങ് ഓഫ് ബിയർ ആൻഡ് ഏജിങ് ഓഫ് വൈൻ എന്നും പറഞ്ഞ പരിപാടിയുണ്ട്. 100 കൊല്ലം പഴക്കമുള്ള ഇവർ മുഴുവൻ ഇത് ഉടൻ വെസലിലാണ് ഇട്ടിരിക്കുന്നത്. അതനുസരിച്ചാണ് അതിന്റെ ക്ലാരിറ്റി ക്ലിയർ ആയിട്ട്. അതിപ്പോ യൂറോപ്പിലൊക്കെ ആണെങ്കിലും ഇപ്പൊ വൈൻ ഉണ്ടാക്കുന്ന ഇപ്പോഴും ഓക്ക് ബാരലിൽ തന്നെയാണ്. എന്തെല്ലാം ലോകം പുരോഗമിച്ചെന്ന് പറഞ്ഞാൽ അവരൊന്നും മാറ്റിയിട്ടില്ല. കൂടുതൽ കിട്ടുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ടെമ്പറേച്ചർ കൺട്രോളിലായിരിക്കണം. പക്ഷെ ഇതിൽ അരിഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടും കേട്ടോ. ഈ വുഡൻ വാറ്റില് നമുക്ക് വെസലാണെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോളൊക്കെ കുറച്ചും കൂടെ ഇതായി പോകും. കാരണം എന്തായാലും ഒരു കമ്പനി ഒരിക്കലും ഇത്ര റിസ്ക് എടുക്കില്ല. കാരണം അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുള്ളൂ. ഈ മെറ്റാലിക് വെസലാകുമ്പം കണ്ടക്ഷൻ വന്നിട്ട് പുറത്തുനിന്ന് ടെമ്പറേച്ചർ അകത്തുനിന്ന് പുറത്തേക്കും പോകും. അതാണ് ഈ മഴക്കാലത്തും ഒക്കെ ഇതിൻ്റെ ക്വാളിറ്റി മാറിപ്പോകുന്നത്. ഇത്രയും ക്വാളിറ്റി കൺട്രോൾഡ് ആയിട്ടാണ് GMP സർട്ടിഫൈഡ് ഉള്ള കമ്പനീസ് അരിഷ്ടം ഇറക്കുന്നത്. അപ്പോൾ അത് സേഫാണ്. ഒരേ ഒരു കണ്ടീഷൻ, നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവുള്ളൂ. അതിപ്പോൾ എന്തായാലും ആയുർവേദ മരുന്നുകളെല്ലാം അങ്ങനെ തന്നെ കഴിക്കാൻ നോക്കുക. നാച്ചുറൽ ആണെന്ന് കരുതിയിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നാണെങ്കിൽ പോലും ആ പ്രിസ്ക്രൈബ് ചെയ്ത കാലത്തിനുള്ളിൽ തന്നെ കഴിക്കുക. അത് ഇത് ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ സാധനവും തോന്നിയ പോലെ സ്നേക്ക് പോയിസൺ നാച്ചുറൽ ആണ്, കഴിക്കാൻ പറ്റും. അതെ. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് നമ്മുടെ ചർച്ചയിലൂടെ കുറേ പേർക്കെങ്കിലും അവരുടെ മിസ്കൺസെപ്ഷൻസും ആയുർവേദത്തെ പറ്റി ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിദ്യാധാരണങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ചർച്ചയുടെ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.